Meet the editors. വിവാദങ്ങൾ ആയുധമാക്കുന്നു എന്നാണ് ചോദ്യം. സുനിൽ, ഡീൽ വിവാദം കത്തുകയാണ്. അത് പ്രതിപക്ഷ നേതാവ് തുടക്കമിട്ടു, ബാക്കി കോൺഗ്രസ് നേതാക്കൾ അത് ഏറ്റെടുക്കുന്നു. അത് കേരളമാകെ 10 മണ്ഡലങ്ങളിലുണ്ട് എന്ന് ഇന്ന് വി ഡി സതീശൻ പറയുക കൂടി ചെയ്യുന്നു. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു നറേറ്റീവ് ഫിക്സ് ചെയ്യാണ്. ഇനി അടുത്ത 16 ദിവസത്തേക്കുള്ള പ്രധാനപ്പെട്ട വിഷയം ഇനി ഈ BJP CPM ഡീൽ എന്നുള്ളതാണ്. ഇത് യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പിലെ മൈനോറിറ്റി വോട്ടിൻ്റെ കൺസോളിഡേഷനു വേണ്ടി കോൺഗ്രസ് ഒരുക്കുന്ന ഒരു കെണിയാണോ എന്നുള്ളതാണ് ആദ്യത്തെ എൻ്റെ സംശയം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം ബി ഗോപാലകൃഷ്ണൻ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഇതുവരെ ഒരു മണ്ഡലത്തിൽ നമ്മൾ കേട്ടിട്ടില്ലെങ്കിലും വൈകി ആ സ്ഥാനാർത്ഥി കൊടുങ്ങല്ലൂരിൽ സ്ഥാനാർത്ഥിയാവുമെന്ന് പ്രതീക്ഷിച്ചു, പക്ഷേ അവിടെ കിട്ടിയില്ല. ഗുരുവായൂർ അവസാനം സ്ഥാനാർത്ഥിയായി. വൈകി എത്തിയ സ്ഥാനാർത്ഥിത്വത്തിന് ഒരു വിവാദത്തിലൂടെ സാന്നിധ്യം കുറിക്കുകയാണ് ബി ഗോപാലകൃഷ്ണൻ. ഇന്നിപ്പോൾ കേസെടുത്തിരിക്കുകയാണ്. ഇപ്പോൾ വിവാദങ്ങളിലൂടെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ അജണ്ട നിശ്ചയിക്കാനാണ് ഒരു ഭാഗത്ത് കോൺഗ്രസിൻ്റെയും മറുഭാഗത്ത് BJPയുടെയും ശ്രമം? ഉറപ്പായും ഇത് ഒരേ നാണയത്തിൻ്റെ 2 വശങ്ങളാണെന്ന് വേണമെങ്കിൽ നമുക്ക് വിലയിരുത്താൻ പറ്റും. ഉത്തരേന്ത്യൻ തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ കഴിഞ്ഞ 10-12 വർഷമായി നമ്മൾ കേൾക്കുന്നതിന് സമാനമായ രീതിയിലുള്ള വിവാദ പരാമർശങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉയർന്നു കേൾക്കുന്നത്. വിദ്വേഷ പരാമർശങ്ങൾ, വിവാദ പരാമർശങ്ങളല്ല, വിദ്വേഷ പരാമർശങ്ങളാണ്. ഇപ്പോൾ 2017 പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പിൽ പ്രസംഗിച്ചത് എന്താണ്? ഖബറിസ്ഥാനുകൾക്ക് ഭൂമി വിട്ടുകൊടുക്കുന്നു, വൈദ്യുതി കൊടുക്കുന്നു, അതേസമയം ശ്മശാനങ്ങൾക്ക്, പൊതു ശ്മശാനങ്ങൾക്ക് അതിന് നൽകുന്നില്ല. അതുപോലെ തന്നെ എത്രയെത്ര വിവാദ പരാമർശങ്ങൾ എണ്ണി പറഞ്ഞാൽ നമുക്കൊരു 100 150 നമുക്കിങ്ങനെ പറയാൻ പറ്റും. പ്രധാനപ്പെട്ട BJP നേതാക്കൾ എണ്ണി പറഞ്ഞത് പ്രതിഷേധക്കാരെ അവരുടെ വസ്ത്രം നോക്കി നമുക്ക് തിരിച്ചറിയാൻ കഴിയും എന്ന് പറഞ്ഞ BJP നേതാക്കളുണ്ട്. മംഗല്യസൂത്രം എന്ന് പറഞ്ഞ BJP നേതാക്കളുണ്ട്. അനുരാഗ് താക്കൂർ എന്ന് പറയുന്ന അന്നത്തെ കേന്ദ്രമന്ത്രി, ഇന്നത്തെ BJPയുടെ പ്രധാനപ്പെട്ട നേതാവ്, പാർലമെൻറ്റ് അംഗം പറഞ്ഞ എന്താണ്? ഗോലി മാരോ സാലോക്കാണ് അന്ന് എന്നാണ് പറഞ്ഞത്. അതായത് പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ ഡൽഹിയിൽ സമരം നടത്തിയ ഷഹീൻ ബാഗിലെ അമ്മമാരെ നോക്കിയാണ് പറഞ്ഞത് നിങ്ങൾ അവർക്ക് നേരെ വെടിയുതിർക്കുമെന്ന് പറഞ്ഞ BJPയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ. മുസ്ലിങ്ങളാണെങ്കിൽ നിങ്ങൾ പാകിസ്ഥാനിലേക്ക് പോകൂ എന്ന് പറയുന്ന ഗിരിരാജ് സിംഗിനെ പോലുള്ള BJP നേതാക്കൾ. ഇങ്ങനെയുള്ള അതെ. അപ്പോൾ ഇങ്ങനെയുള്ള പരാമർശങ്ങൾക്ക് സമാനമായ ഒരു പരാമർശമാണ് ഇന്ന് ബി ഗോപാലകൃഷ്ണൻ ഇവിടെ ഗുരുവായൂർ നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കുന്ന BJPയുടെ സ്ഥാനാർത്ഥി പറയുന്നത്. എന്തൊരു ദുരന്തമാണ് എന്ന് തന്നെ നമുക്ക് പറയാം. എന്തൊരു ദുര്യോഗമാണ് നമ്മുടെ കേരളം നേരിടുന്നത്. കേരളം എപ്പോഴും നമ്മൾ പറയും ഏറ്റവും സെക്യുലറായ ഒരു സ്റ്റേറ്റാണ്, ഏറ്റവും പുരോഗമനപരമായി ചിന്തിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം, ലോകത്തിന് തന്നെ മാതൃകയാണ് കേരളം എന്നൊക്കെ നമ്മൾ അഹങ്കാരത്തോടെ പറയുന്ന ഒരു സംസ്ഥാനത്തൊരു നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവിടെ ചർച്ച ചെയ്യപ്പെടുന്നൊരു വിഷയമാണ് വിദ്വേഷം എന്ന് പറയുന്നത്. വിദ്വേഷം എന്ന് പറയുന്നത് ചർച്ച ചെയ്യപ്പെടാൻ ഇവിടെ BJP ആഗ്രഹിക്കുന്നു. അത് വളരെ ശക്തമായി ഉന്നയിക്കുകയാണ്. ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേസെടുത്ത് എന്ത് നടപടിയൊക്കെ ഉണ്ടാവുന്നതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് അത് ചർച്ചയാക്കാൻ BJPയെ സംബന്ധിച്ച് സാധിച്ചു. ഇത് വളരെ കരുതലോടെ ആസൂത്രിതമായി BJP മുന്നോട്ട് വയ്ക്കുന്ന സംഘപരിവാർ രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയം ഉത്തരേന്ത്യയിൽ നിന്ന് പതുക്കെ ഇതാ കേരളത്തിലേക്ക് വളരെ സജീവമായി എത്തുകയാണ്. രണ്ടാമത്തെ വിഷയമാണ് കോൺഗ്രസ് ഉയർത്തിയ ഡീൽ വിവാദം എന്ന് പറയുന്നത്. പാലക്കാട്ടെ CPIMൻ്റെ ഇടതുപക്ഷത്തിൻ്റെ LDFൻ്റെ സ്ഥാനാർത്ഥിയായ റസാക്കിനെ ചൂണ്ടിക്കാണിച്ചാണ് ഇതൊരു ഡീലാണ് എന്നുള്ളൊരു ആരോപണം കോൺഗ്രസ് ഉയർത്തുന്നത്. നോക്കൂ, നമ്മൾ കോൺഗ്രസിൻ്റെ കഴിഞ്ഞ ഹരിയാനയിലെയും അതുപോലെ തന്നെ മഹാരാഷ്ട്രയിലെയും തെരഞ്ഞെടുപ്പ് സാഹചര്യം നോക്കിയാൽ അമിത ആത്മവിശ്വാസമായിരുന്നു കോൺഗ്രസിന് ആ 2 സംസ്ഥാനത്തും ഉണ്ടായിരുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസ് ഹരിയാനയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് വലിയ ആത്മവിശ്വാസത്തിലായിരുന്നു. അവിടെ വിജയിക്കാൻ പോകുന്നു എന്ന ആത്മവിശ്വാസത്തിൽ ആ തെരഞ്ഞെടുപ്പിലേക്ക് പോയപ്പോൾ ആ തെരഞ്ഞെടുപ്പിൻ്റെ ഗ്രൗണ്ട് എന്താണെന്ന് കോൺഗ്രസിന് മനസ്സിലായില്ല. അട്ടപടലം കോൺഗ്രസ് അവിടെ പരാജയപ്പെട്ടു. അതേപോലെയാണ് മഹാരാഷ്ട്രയിലും കോൺഗ്രസ് വലിയ ആത്മവിശ്വാസത്തിൽ പോയി. മഹാരാഷ്ട്രയിലും വലിയ തിരിച്ചടിയാണ് കോൺഗ്രസ് ഉൾപ്പെട്ട കോൺഗ്രസ് സഖ്യത്തിന് മഹാരാഷ്ട്രയിൽ നേരിടേണ്ടി വന്നത്. അതിന് സമാനമായ സാഹചര്യമാണ് കേരളത്തിലും ഉണ്ടാകാൻ പോകുന്നത് എന്ന് വിലയിരുത്തിയാൽ നമുക്കത് തള്ളിക്കളയാൻ കഴിയില്ല. നോക്കൂ, കേരളത്തിൽ എന്തൊക്കെ വിഷയങ്ങളുണ്ട് ചർച്ച നടത്തുന്നത്. അപ്പോഴാണ് ഒരു ഡീൽ വിഷയം, അതായത് ഈ ഡീൽ വിഷയം എന്തിനാണ് കോൺഗ്രസ് ശക്തമാക്കുന്നത്? ഡീൽ വിഷയം കോൺഗ്രസ് ശക്തമാക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങളെ ഭയപ്പെടുത്തുക എന്നതാണ്.
CPM-ഉം BJP-യും തമ്മിൽ ഒരു ധാരണയുണ്ട്, ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ധാരണയുണ്ട്, BJP-യെ വിജയിപ്പിക്കാൻ ധാരണയുണ്ട് ചില മണ്ഡലങ്ങളിൽ എന്ന് വരുത്തിയൊരു ഡീൽ വിവാദം ഈ തെരഞ്ഞെടുപ്പിൽ കത്തിക്കുന്നതിലൂടെ ന്യൂനപക്ഷ വോട്ടുകൾ ഒന്നായി UDF-ലേക്ക് എത്തിക്കുക. അങ്ങനെ എത്തിച്ചാൽ മാത്രമേ ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ കഴിയൂ എന്നതാണ് കോൺഗ്രസിൻ്റെയും UDF-ൻ്റെയും ഏറ്റവും കോൺഗ്രസും UDF-ഉം പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ എത്തിയില്ല എങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുക എളുപ്പമല്ല എന്ന് UDF-നും കോൺഗ്രസിനും വളരെ വ്യക്തമായി അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊരു ഡീൽ വിഷയം ഉന്നയിക്കുന്നത്. ഇപ്പോൾ തൃപ്പൂണിത്തറ ഉൾപ്പെടെയുള്ള 10 മണ്ഡലങ്ങളിൽ ഡീൽ നടന്നു എന്നാണ് ഇന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞത്. ഈ തൃപ്പൂണിത്തറയായാലും അതുപോലെ തന്നെ കോന്നി ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിലായാലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 25,000 മുതൽ 30,000 വോട്ട് കിട്ടി. ആ മണ്ഡലങ്ങൾ എന്തുകൊണ്ട് 2020-ക്ക് കൊടുത്തു? ഇതാണ് പ്രധാനപ്പെട്ട ചോദ്യം. നമുക്ക് 2020-ക്ക് സീറ്റ് കൊടുത്തത് BJP-യാണ്. BJP-ക്കകത്ത് BJP സഖ്യത്തിലുണ്ടായിട്ടുള്ള NDA സഖ്യത്തിലുണ്ടായിട്ടുള്ള സീറ്റ് ധാരണയുടെ ഭാഗമായി സീറ്റുകൾ വിഭജിച്ചു കൊടുത്തു. ആ സീറ്റ് BJP സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാനാണ് എന്ന് കോൺഗ്രസ് വാദിച്ചാൽ നമുക്ക് പ്രാദേശികമായി നമുക്കറിയാലോ, നമ്മുടെ നാട്ടിൽ CPM സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാനാണ്, അല്ലെങ്കിൽ കോൺഗ്രസ് CPM സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാനാണ്, അല്ലെങ്കിൽ മറ്റ് നേരെ തിരിച്ചാണെങ്കിൽ BJP വിജയിപ്പിക്കാൻ മറ്റ് സ്ഥലങ്ങളിൽ ഡീലാണെന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാലോ, പ്രാദേശിക തലത്തിൽ നമ്മളോട് അല്ലെങ്കിൽ ഏതെങ്കിലും ആരോടെങ്കിലും നിങ്ങൾ BJPക്ക് വോട്ട് ചെയ്യണം എന്ന് ഏതെങ്കിലും ഒരു CPM നേതാവിനോടോ CPM അണികളോടോ പറഞ്ഞാൽ അത് നടക്കുമോ? ഒരിക്കലും പ്രായോഗികമല്ല. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് അത്തരം വോട്ട് മറിക്കലൊന്നും ഒട്ടും പ്രായോഗികമല്ല. അതിനിടയിലാണ് ഈ ഒരു വിഷയം ചർച്ചയാക്കി കൊണ്ടുവരുന്നത്. ഇത് എത്രത്തോളം ദുഷിച്ച രാഷ്ട്രീയമാണ് കേരളത്തിലെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത്, എത്രത്തോളം ദുഷിച്ച രാഷ്ട്രീയമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യേണ്ട വിഷയമാണോ ഇത്? ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യേണ്ട വിഷയമാണോ ഇത്? ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാനമായും ചർച്ച ചെയ്യേണ്ടതാണ്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF-ന് മേൽക്കൈ ഉണ്ടായി. ആ മേൽക്കൈ എവിടെ നിന്നാണ് ഉണ്ടായത്? ആ മേൽക്കൈ എന്ന് പറയുന്നത് കേരളത്തിൽ 10 വർഷമായി ഭരിക്കുന്ന പിണറായി വിജയൻ സർക്കാരിനെതിരെയുള്ള ആൻറ്റി ഇൻകംബൻസി ഉണ്ടെങ്കിൽ അത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഗുണമായി എന്ന് UDF വിലയിരുത്തിയ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പ്. അതിലാണല്ലോ മേൽക്കൈ കിട്ടിയത്. അപ്പോൾ അത് ഗുണമായി അത് പ്രയോജനപ്പെടുത്തി മുന്നോട്ട് പോയി കേരളത്തിൽ ഒരു രാഷ്ട്രീയ വിഷയം ഉയർത്തിക്കൊണ്ടുവന്ന് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതിന് പകരം കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പത്രിക നൽകൽ ആരംഭിച്ച ആദ്യ ദിവസം കോൺഗ്രസ് മുന്നോട്ട് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് ഡീൽ ആരോപണം എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ്? പാലക്കാട്ടാണല്ലോ ഡീൽ ആരോപണം ഉന്നയിച്ചത്. എന്തുകൊണ്ടാണ് കോൺഗ്രസിന് പാലക്കാട് ഏറ്റവും ശക്തനായ ഒരു സ്ഥാനാർത്ഥി ഇല്ലാത്തത്? എന്തുകൊണ്ടാണ് K മുരളീധരനെ കൊണ്ടുപോയി പാലക്കാട്ട് മത്സരിപ്പിക്കാത്തത് കോൺഗ്രസ്? എന്തുകൊണ്ടാണ് രമേഷ് പിഷാരടിയെ കൊണ്ടുവന്ന് പാലക്കാട് സ്ഥാനാർത്ഥിയാക്കിയത്? രമേഷ് പിഷാരടി കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ ശക്തനായ സ്ഥാനാർത്ഥിയാണോ? ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ 40,000-ത്തിലധികം വോട്ടാണ് ശോഭാ സുരേന്ദ്രൻ പാലക്കാട്ട് പിടിച്ചിട്ടുള്ളത്, അല്ലേ? ശോഭാ സുരേന്ദ്രൻ BJP-യുടെ ശക്തിയായ സ്ഥാനാർത്ഥിയാണ്. എന്തുകൊണ്ടാണ് BJP-യുടെ ശക്തിയായ സ്ഥാനാർത്ഥിയെ നേരിടാൻ പാലക്കാട്ട് ഒരു കോൺഗ്രസിൻ്റെ ശക്തനായ സ്ഥാനാർത്ഥി വരാതിരുന്നത്? എന്തുകൊണ്ടാണ് നിയമമണ്ഡലത്തിലാണല്ലോ കഴിഞ്ഞ തവണ K മുരളീധരൻ മത്സരിച്ചത്? എന്തുകൊണ്ടാണ് നിയമമണ്ഡലത്തിൽ രാജീവ് ചന്ദ്രശേഖർ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അസംബ്ലിയിൽ വിജയിച്ച് നിൽക്കുകയാണ്? കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലും നേമത്ത് BJPക്ക് ലീഡുണ്ട്. എന്തുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖരനെ പരാജയപ്പെടുത്താൻ നേമത്ത് ശക്തനായ ഒരു പോരാളിയെ കോൺഗ്രസ് രംഗത്തിറക്കാതിരുന്നത്? ശബരിനാഥൻ മോശമാണ് എന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ K മുരളീധരനെ പോലെ അല്ലെങ്കിൽ ആ നിരയിൽ നിൽക്കുന്ന ഏറ്റവും ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ എന്തുകൊണ്ടാണ് കോൺഗ്രസ് നേമത്ത് ഇറക്കാതിരുന്നത്? അപ്പം ആരോപണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം വരാം. കോൺഗ്രസ് 10 ആരോപണങ്ങൾ അങ്ങോട്ട് ഉന്നയിക്കുമ്പോൾ ഒരു 20 ആരോപണങ്ങൾ തിരിച്ചും കോൺഗ്രസ് നേരിടേണ്ടി വരും ഈ വിഷയത്തിൽ. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ ഇതൊന്നും ആവരുത് പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ജനങ്ങളുടെ അടിസ്ഥാന വിഷയങ്ങൾ തന്നെയാണ്. ഈ സംസ്ഥാനത്ത് കൃത്യമായി വികസനം നടക്കുന്നുണ്ടോ? ഈ സംസ്ഥാനത്ത് വിലക്കയറ്റവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ടോ? ഇപ്പോൾ ഈ പശ്ചിമേഷ്യയിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തുണ്ടാകുന്ന പ്രതിസന്ധികൾ ഒട്ടനവധിയാണ്. ഇവിടെ പാചകവാതക സിലിണ്ടർ ലഭിക്കാത്തതുകൊണ്ട് ഹോട്ടലുകൾ അടച്ചുപൂട്ടുന്ന സാഹചര്യമുണ്ട്. ജനങ്ങളുടെ അടിസ്ഥാന ജീവിത സാഹചര്യങ്ങളിൽ വലിയ പ്രതിസന്ധി നേരിടുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ഇത്തരം വിഷയങ്ങൾ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യുന്നതിന് പകരം പച്ചവർഗീയതയാണ് BJP കാട്ടുന്നത്. അതിന് സമാനമായ രാഷ്ട്രീയമാണ് കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നത്. ഇത് കേരളത്തിന് ഒട്ടും ഗുണം ചെയ്യുന്ന ഒരു രാഷ്ട്രീയമല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇത് ഒരു കാരണവശാലും കേരളത്തെ പോലൊരു ഇത്രയും പുരോഗമനപരമായി ഉയർന്നു നിൽക്കുന്ന ഒരു സംസ്ഥാനത്ത് ഇതുപോലെ ഒരു രാഷ്ട്രീയ സമീപനം തെരഞ്ഞെടുപ്പ് രംഗത്ത് ഉയർത്തുന്നത് ഒരിക്കലും ഗുണം ചെയ്യില്ല. ഇനി ഞാൻ മറ്റൊരു കാര്യം കൂടി
കൂടി പറയാം. ഇപ്പോൾ മൂന്നാമത് വിവാദമായി നിൽക്കുന്നത് ജി സുധാകരനുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞൊരു പരാമർശമാണ്. അത് അദ്ദേഹത്തിൻ്റെ ആ ഒരു മാറ്റം എന്ന് പറയുന്നത് അത് ചെറ്റത്തരമായി പോയി എന്ന് പറഞ്ഞു എന്നുള്ളൊരു പരാമർശം. ഏതായാലും അങ്ങനെ ഒരു പരാമർശം മുഖ്യമന്ത്രി നടത്താൻ പാടില്ലായിരുന്നു എന്നൊരു അഭിപ്രായം കൂടി എനിക്കുണ്ട്. ഇതൊരു രാഷ്ട്രീയ പോരാട്ടമാകണം. ഈ തെരഞ്ഞെടുപ്പ് ശക്തമായ രാഷ്ട്രീയ പോരാട്ടമാകണം. ആ രാഷ്ട്രീയ പോരാട്ടത്തിൽ വർഗീയതയും അതുപോലെ തന്നെ വിദ്വേഷവും വലിച്ചു കൊണ്ടുവന്ന് കേരളത്തിലെ ജനങ്ങളെ ഭൂരിപക്ഷ ന്യൂനപക്ഷ വിഭാഗങ്ങളായി വേർതിരിച്ചുകൊണ്ട് ഈ സംസ്ഥാനത്തെ വെട്ടിമുറിക്കാനുള്ള നീക്കം ഒരു കാരണവശാലും അംഗീകരിക്കാൻ പാടില്ല. ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിൽ നമ്മൾ കഴിഞ്ഞ 10-12 വർഷമായി കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അതേ രാഷ്ട്രീയം BJP ശക്തമായി ഉന്നയിക്കാൻ ശ്രമിക്കുന്നു, അത് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. അതിൻ്റെ വാല് പിടിച്ച് അതിന് സമാനമായ രാഷ്ട്രീയം ന്യൂനപക്ഷ വോട്ടുകൾക്ക് വേണ്ടി കോൺഗ്രസും നടത്തുന്നതും ഉപയോഗിക്കുന്നതും ഒട്ടും കേരളത്തിന് ഗുണം ചെയ്യില്ല. വിവാദങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണോ എന്നുള്ളതാണ്, വിവാദങ്ങൾ ആയുധമാക്കുന്നു എന്നുള്ളതാണ് ചോദ്യം. മധു, രാഷ്ട്രീയം പറഞ്ഞു തുടങ്ങിയാൽ പിന്നെ പറയാൻ ബുദ്ധിമുട്ടുള്ളൊരു കാര്യം ആദ്യം പറഞ്ഞു പോകാം എന്ന് വിചാരിക്കുന്നു. അത് ഗുരുവായൂരുമായി ബന്ധപ്പെട്ട് ഗുരുവായൂർ മണ്ഡലവുമായി ബന്ധപ്പെട്ട് B. ഗോപാലകൃഷ്ണൻ നടത്തിയ പരാമർശമാണ് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. നമുക്ക് ഈ വെച്ചതേ വിളമ്പാൻ പറ്റൂ എന്നൊരു പ്രശ്നമുണ്ടല്ലോ. രാഷ്ട്രീയം പറയാനും രാഷ്ട്രീയം പറഞ്ഞ് പ്രവർത്തിക്കാനും പരിമിതി ഉണ്ടെങ്കിൽ ചെയ്യാൻ കഴിയുന്ന കാര്യം എന്ന് പറയുന്നത് എളുപ്പത്തിൽ പറഞ്ഞു വെക്കാൻ കഴിയുന്ന വർഗീയത, വിഭജന സിദ്ധാന്തങ്ങൾ പറയുക എന്നുള്ളതാണ്. അതാണ് ഇന്ന് അവിടെ നടന്നത്. മാത്രമല്ല, അതിൽ കടന്നൊരു പരാമർശമുണ്ടായത് ഗുരുവായൂർ അമ്പലത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നവർ എന്നൊരു പരാമർശം കൂടി നടത്തി. ആ നിലയ്ക്കുള്ള പരാമർശം ഒരു ഇലക്ഷന്റെ സമയത്ത് നടത്തുക എന്ന് പറയുന്നത് പെരുമാറ്റച്ചട്ടങ്ങളുടെ ലംഘനം എന്നുള്ളത് മാത്രമല്ല, നിയമപരമായി എന്നുള്ളത് മാത്രമല്ല, ധാർമ്മികമായും സാമൂഹ്യമായും വലിയ ആഘാതങ്ങൾ ഉണ്ടാക്കുന്ന പരാമർശമാണ്. ആ നിലയ്ക്ക് വേണം. ഇപ്പൊ നോക്കൂ, അദ്ദേഹം കൊടുങ്ങല്ലൂർ മത്സരിക്കാൻ തീരുമാനിച്ചു. പാർട്ടി അദ്ദേഹത്തിന് സീറ്റ് കൊടുത്തില്ല. അദ്ദേഹം ഗുരുവായൂരിൽ പോയിട്ട് ലാൻഡ് ചെയ്യാണ്. അത് ക്രാഷ് ലാൻഡ് ആണെന്നായിരിക്കും ഒരുപക്ഷെ അദ്ദേഹം വിചാരിക്കുന്നത്. അപ്പോൾ ആ ക്ഷീണവും ആ പരിക്കും തീർക്കാൻ എളുപ്പത്തിൽ കളം പിടിക്കാനുള്ള ഒരു എളുപ്പ വഴി എന്ന നിലയ്ക്കാണ് ഈ പരാമർശങ്ങൾ നടത്തുന്നത് എങ്കിൽ തിരഞ്ഞെടുപ്പ് ഇന്ന് തീരും, നാളെ തീരും, നാട് അതിനുശേഷവും ബാക്കി ഉണ്ടാകണം എന്ന് ചിന്തിക്കുന്ന കുറച്ച് മനുഷ്യർ ഈ പറയുന്ന പ്രത്യയശാസ്ത്രത്തിന് അപ്പുറത്ത് സമൂഹത്തിലുണ്ട് എന്നത് ചിന്തിക്കേണ്ടതുണ്ട്. അങ്ങനെയല്ല ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ടത്. അങ്ങനെയുള്ള വർഗീയ അജണ്ടകൾ വെച്ച് വാഴിക്കാൻ ശ്രമിച്ചപ്പോഴൊക്കെ മറുപടി പറഞ്ഞിട്ടുള്ള നാടാണ് കേരളം എന്നത് മറന്നു പോകരുത്. ഇതിന്റെ ബേസിക് എന്താണെന്നറിയാമോ? നമ്മൾ ഏതു നാട്ടിൽ നിന്നാണ് രാഷ്ട്രീയം പറയാൻ ശ്രമിക്കുന്നത് എന്ന് തിരിച്ചറിയുന്നില്ല എന്നുള്ളിടത്താണ്. കേരള സ്റ്റോറി 1ഉം 2ഉം ഒക്കെ വരുന്ന സമയത്ത് അതിനെ പിന്തുണയ്ക്കാൻ തോന്നുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? ഇവിടെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിക്കേണ്ടതാണ് എന്നൊരു വിചാരമില്ലാത്തത് കൊണ്ടാണ്. ഇവിടുത്തെ മണ്ണോ ഇവിടുത്തെ മനുഷ്യനോ ആ നിലയ്ക്കല്ല രാഷ്ട്രീയത്തെ കൈകാര്യം ചെയ്യുന്നത് എന്ന മിനിമം തിരിച്ചറിവില്ലാത്ത ഇടത്താണ് അതിനെ പിന്തുണയ്ക്കാനും കേരളത്തെ തള്ളിപ്പറയാനും തോന്നുന്നത്. അതേ തള്ളിപ്പറയലാണ് ഇന്ന് ഗുരുവായൂരും ഉണ്ടായിരിക്കുന്നത്. അതെങ്ങനെയാണ് ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ വന്നാൽ മാത്രമേ അമ്പലങ്ങളെ പരിചരിക്കുകയുള്ളൂ എന്ന് പറയുന്നത്? ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ടുള്ള MLA ആണ് ഒരു പ്രദേശത്ത് വരേണ്ടത് എന്ന് നിർബന്ധ ബുദ്ധി പിടിക്കാൻ കഴിയുക? അപ്പം ഞാനാണ് ആ വിഭാഗത്തിൽ നിൽക്കുന്നത്, എനിക്കാണ് വോട്ട് എന്ന് പരോക്ഷമായി പറയലല്ലേ? അതെങ്ങനെയാണ് വെച്ച് പുലർത്താൻ കഴിയുക? അങ്ങനെയുള്ള വെച്ചു പൊറുപ്പിക്കലുകൾ കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടായിട്ടില്ല, ഉണ്ടാവുകയുമില്ല എന്ന ഇടത്താണ് ഈ നാടിന് നേരുണ്ട് എന്ന് വിചാരിച്ച് ഇവിടെ ജനാധിപത്യത്തിലും രാഷ്ട്രീയത്തിലും മനുഷ്യന്മാർ ഇടപെടുന്നത്. രണ്ടാമത്തെ ഒരു സംഭവം കൂടിയുണ്ട്. ഞാൻ ഈ പാലക്കാടിലേക്ക് വരാം. അതിനു മുൻപ് ഇന്ന് രമേശ് പിഷാരടി അധ്വാനിച്ച് ജീവിച്ചൊരു മനുഷ്യനാണ് അല്ലേ? അദ്ദേഹത്തെ കോമാളി എന്ന് വിളിക്കുകയാണ്. എന്ത് ധാർമ്മികത അടിത്തറയാണുള്ളത്? പിഷാരടി സിനിമയിൽ കോമാളി വേഷം ചെയ്ത ഒരാളാണ്. അദ്ദേഹം പല വേഷങ്ങൾ ചെയ്തിട്ടുണ്ടാകുമെന്ന് നോക്കൂ. കോമാളി വേഷം എന്ന് പറയുന്നത് എന്താണ്? കോമഡി വേഷമാണോ ഉദ്ദേശിച്ചത്? കോമഡി വേഷം ചെയ്ത എത്ര ആളുകളുണ്ട്? ഇന്നസെന്റ് ഇടതുപക്ഷത്ത് നിന്ന് മത്സരിച്ചില്ലേ? കോമഡി വേഷമല്ലേ ചെയ്തത്? കോമഡി വേഷം തന്നെയല്ലേ പിഷാരടിയും ചെയ്യുന്നത്? M. മുകേഷ് നടനായിരുന്നില്ലേ? KB ഗണേഷ് കുമാറിന് വേറൊരു രാഷ്ട്രീയ പശ്ചാത്തലം ഉണ്ടെങ്കിലും നടൻ തന്നെ ആയിരുന്നില്ലേ? സുരേഷ് ഗോപി ഇവിടെ നടനായിരുന്നില്ലേ? അപ്പൊ ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഇവിടെ മത്സരിച്ച് ജയിച്ചിട്ടില്ലേ? 2020 ഇവിടെയുള്ള മുഴുവൻ സീരിയൽ താരങ്ങളെയും പിടിച്ച് രാഷ്ട്രീയത്തിൽ നിർത്തുന്നില്ലേ? ഇവർക്ക് ആർക്കുമില്ലാത്ത എന്ത് കുറവാണ് രമേശ് പിഷാരടിയിൽ ആരോപിക്കാൻ പറ്റുന്നത്? അത് പറയുന്നത് ആരാണ്? തോമസ് ഐസക്കാണ് അങ്ങനെ ഒരു പരാമർശം നടത്തിയത്. എങ്ങനെയാണ് ഓരോ വിഷയത്തിലും ഓരോ വാക്കിലും രാഷ്ട്രീയം കാത്തു സൂക്ഷിക്കുന്ന, രാഷ്ട്രീയം പറയുന്ന ആൾ എന്ന നിലയ്ക്കല്ലേ നമ്മൾ തോമസ് ഐസക്കിനെ കണ്ടിട്ടുള്ളത്? അദ്ദേഹത്തിന് എങ്ങനെയാണ് അത് പറയാൻ കഴിയുന്നത്? അത് പറഞ്ഞ് ശരി, മനുഷ്യന്മാരാണ്, തെരഞ്ഞെടുപ്പ് രംഗത്തേക്കാണ്, പറഞ്ഞു പോവുകയാണ്, തിരുത്തണ്ടേ? ആ മൊമെന്റിൽ തിരുത്തണ്ടേ? അതെങ്ങനെയാണ് ഉണ്ടാകാതെ പോകുന്നത്? ഇപ്പോൾ മനുഷ്യന്മാരെ അവർ ചെയ്യുന്ന ജോലിയുടെ അടിസ്ഥാനത്തിലൊക്കെ അധിക്ഷേപിക്കുക എന്ന് പറയുന്നതിൽ എന്ത് രാഷ്ട്രീയമാണ് കാണാൻ കഴിയുന്നത് എന്ന് എനിക്കറിയില്ല. ഇനി അതേപോലെ ഒരു പരാമർശം, അതേപോലെ എന്നുള്ളതല്ല, മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാവുകയാണ്. ചെറ്റ എന്നൊരു, ഞാൻ മുമ്പ് കുറേ നാളുകൾക്ക് മുമ്പ് ഒരു ടെലിവിഷൻ ചർച്ച ഓർക്കുകയാണ് കേട്ടോ. നമ്മുടെ ജ്യോതികുമാർ ചാമക്കാല ചെറ്റ എന്നൊരു വാക്ക് ഉപയോഗിക്കുകയാണ്. എ റഹീം അതിനെ അതിനിശ്ചിതമായി
വിമർശിക്കുന്ന സമയത്ത് ജ്യോതികുമാർ ചാമക്കാല അദ്ദേഹത്തിന്റെ മൊബൈലിൽ നിന്ന് മുഖ്യമന്ത്രി പറഞ്ഞ രാഷ്ട്രീയ ചെറ്റത്തരം കാണിക്കുന്നവരെ ചെറ്റയെന്നല്ലേ വിളിക്കേണ്ടത് എന്ന പരാമർശം എടുത്തു കാണിക്കുക. റഹീമിന് മിണ്ടാൻ പറ്റുമോ? ചെറ്റ എന്ന് പറയുന്നത് അധകൃതന്റെ അടിസ്ഥാന വർഗത്തിന്റെ പിന്നാക്കക്കാരുടെ ജീവിക്കുന്ന ഇടമാണ്, അത് പറയാൻ കഴിയില്ല എന്ന രാഷ്ട്രീയം പറയുന്ന മനുഷ്യന്മാരെ റഹീമിന്റെ കുഴപ്പമല്ലത്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം അദ്ദേഹത്തെ പഠിപ്പിച്ചത് അങ്ങനെയാ. പക്ഷെ റദ്ദ് ചെയ്ത് കളയാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ബോധത്തെ. അങ്ങനെ നോക്കൂ, അങ്ങനെയുള്ള ഇടങ്ങളിൽ നിന്ന് ഒപ്പം ചേർന്ന കൈ പിടിച്ച കൊടി പിടിച്ച മനുഷ്യരുടെ രാഷ്ട്രീയം പിൻപറ്റുന്നവരല്ലേ ഇവര്, അല്ലേ? അപ്പൊ ആ അധിക്ഷേപത്തിന് എങ്ങനെയാണ് കൂട്ടുനിൽക്കുക? ആ വാക്കുകൾക്ക് എങ്ങനെയാണ് രാഷ്ട്രീയം ആരോപിക്കാൻ കഴിയുക? അപ്പൊ പഴയ വർത്തമാനത്തിലേക്ക് ഇനി ആ വാക്കുകൾക്കപ്പുറത്ത് നിഘണ്ടുവില്ലെങ്കിൽ അത് പരിമിതിയാണെന്നേ. അത് ഭാഷാ പരിമിതി, അത് അവനവന്റെ പരിമിതിയാ, സമൂഹത്തിന്റെ പരിമിതിയല്ല. വർഗവഞ്ചകൻ എന്നതിനപ്പുറത്ത് പാർട്ടിയിൽ നിന്ന് ഒറ്റുകൊടുത്തപ്പെട്ടു എന്ന ഒരാൾക്ക് ബോധ്യമുണ്ടാകുന്ന ഒരാളെ വിളിക്കാൻ എന്ത് വാക്ക് വേണം ഒരു കമ്മ്യൂണിസ്റ്റിന്? പോരാ, ചെറ്റ എന്ന് വിളിക്കണമെന്ന് തോന്നുന്നത് അവനവന്റെ പരിമിതിയാ, സമൂഹത്തിന്റെ പരിമിതിയല്ല, അടിസ്ഥാന വർഗത്തിന്റെ പരിമിതിയല്ല, അവനവന്റെ ഭാഷാപരവും രാഷ്ട്രീയപരവുമായ പരിമിതിയാണ്. പറഞ്ഞു പോകാതെ ഇരിക്കാൻ കഴിയില്ല. പാലക്കാട്ടേക്ക് വരാം. നോക്കൂ, പാലക്കാട്ടെ ആരോപണം കോൺഗ്രസ് ഉന്നയിക്കുന്നു. പാലക്കാട്ട് ഡീലുണ്ട് എന്നുള്ളതാണ്. പാലക്കാട്ട് CPM-ഉം കോൺഗ്രസും തമ്മിൽ ഡീലുണ്ട് എന്ന് BJP ആരോപിക്കുന്നുണ്ട്. കോൺഗ്രസും BJP-യും തമ്മിൽ ഡീലുണ്ടെന്ന് CPM ആരോപിക്കുന്നുണ്ട്, തിരിച്ചും ആരോപിക്കുന്നുണ്ട്. മൂന്നിടങ്ങളിലുമുണ്ട്. ഞാൻ സത്യമായും വിചാരിക്കുന്നില്ല അവിടെ ഒരു ഡീലുണ്ട് എന്ന്. പക്ഷേ അങ്ങനെ ഒരു പ്രാവർത്തികമാക്കാൻ കഴിയുന്ന ഒരു ഡീല് നടപ്പിലാക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു കേഡർ സംവിധാനമൊന്നും ഒരു രാഷ്ട്രീയ പാർട്ടിക്കും നിലവിൽ, ഇപ്പൊ കണ്ണൂരോ പാർട്ടി ഗ്രാമങ്ങളിലോ അവിടെ അതിൻ്റെ ഒട്ട് ആവശ്യവുമില്ല. അങ്ങനെയല്ലാതെ കേരളത്തിന്റെ ഏതെങ്കിലും ഒരു ഭൂമികയിലുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷെ ആരോപണം സ്വാഭാവികമായും കേരളം ചർച്ച ചെയ്യുമല്ലോ. എന്തൊക്കെ കാര്യങ്ങൾ ചർച്ച ചെയ്തിരിക്കുന്നു. 10 മണ്ഡലങ്ങൾ പറയുകയാണ്. ആ 10 മണ്ഡലങ്ങളിൽ പറയുന്ന ഒരു മണ്ഡലം, ഒറ്റ മണ്ഡലം എടുക്കാം, 1-2 മണ്ഡലം എടുക്കാം വേണമെങ്കിൽ. കോന്നിയിൽ ഇതിനു മുമ്പ് മത്സരിച്ചാരാ? കോന്നിയിൽ ഇതിനു മുമ്പ് BJP-യുടെ കാൻഡിഡേറ്റ് ആയിട്ട് നിന്നാരാ? കെ സുരേന്ദ്രനാണ്. കെ സുരേന്ദ്രൻ എന്തുകൊണ്ടാണ് കോന്നി പോയി നിൽക്കുന്നത്? അന്നിവിടുത്തെ സംസ്ഥാനത്തെ പാർട്ടി അധ്യക്ഷൻ കോന്നിയിൽ പോയി നിൽക്കുന്നത് ശബരിമലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മണ്ഡലം എന്നതുകൊണ്ട് മാത്രമല്ല, ഈ പാർട്ടിയാണല്ലോ ഇവിടെ A ക്ലാസും B ക്ലാസും ഒക്കെ കൊണ്ടുവന്നത്. അപ്പൊ അത് അവരൊരു A ക്ലാസ് മണ്ഡലമാണ്, വിജയസാധ്യതയുള്ള മണ്ഡലമാണെന്ന് വിചാരിച്ചാണ് കെ സുരേന്ദ്രൻ നിൽക്കുന്നത്. അതിനു മുമ്പ് 2016 അവിടെ നിന്നാരാ? കെ സുരേന്ദ്രനാ. അപ്പൊ 2 തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന അധ്യക്ഷൻ നിന്ന് മത്സരിച്ച 2016 39,000 വോട്ടും 2021 ഒന്ന് തണുത്ത് 23,000 വോട്ടും. 2 തവണ മത്സരിച്ചു. 2 മണ്ഡലത്തിൽ, ഒന്ന് മഞ്ചേശ്വരത്ത് മത്സരിച്ചു, ഒന്ന് കോന്നിയിൽ മത്സരിച്ചു. അപ്പോ എന്നിട്ട് ഹെലികോപ്റ്ററിൽ പറന്നിറന്ന് പ്രചാരണം നടത്തി. അപ്പൊ അത്രയും വിജയസാധ്യതയുണ്ട് എന്ന് കരുതിയ മണ്ഡലമാണ് കോന്നി. ആ കോന്നിയിൽ ഇത്തവണ മത്സരിക്കുന്നത് BDJs ആണ്. ഒന്ന് നോക്കണം, 16,000 വോട്ടാണ് 2011 ഉണ്ടായിരുന്നത്. 16,000 വോട്ടിൽ നിന്ന് BJP അവരുടെ ഏറ്റവും നല്ല കാൻഡിഡേറ്റിനെ നിർത്തി 39,000-ലേക്കും 32,000-ലേക്കും ആ വോട്ട് വർദ്ധിപ്പിച്ചതിന് ശേഷം ആ മണ്ഡലം കൊടുക്കുകയാണ് സഖ്യകക്ഷിക്ക്. അതുപോലെ വേറൊരു മണ്ഡലം ഇപ്പൊ നോക്കൂ, KK അനീഷ്, BJP-യുടെ തിരുവനന്തപുരത്തെ ജില്ലാ പ്രസിഡന്റ്, KK അനീഷ് മത്സരിച്ച മണ്ഡലമാണ് കുന്നംകുളം BDJs-ന് കൊടുത്തിരിക്കുകയാണ്. കുന്നംകുളം തൃശ്ശൂർ സെക്രട്ടറി തൃശ്ശൂർ സെക്രട്ടറി ഇപ്പൊ മത്സരിക്കാൻ 2 തവണ അദ്ദേഹം മത്സരിച്ച് കുന്നംകുളത്താണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ആ കുന്നംകുളത്ത് KK അനീഷ് കുമാറിന് 2016 29,000 വോട്ടാണ്. എവിടെന്നാണെന്നറിയാമോ? 2011 ആകെ ഉണ്ടായിരുന്ന 11,000 വോട്ടിൽ നിന്നാണ് 29,000 വോട്ട് KK അനീഷ് കുമാർ അവിടെ ഉണ്ടാക്കുന്നത്. അനീഷ് കുമാർ അല്ലേ? യെസ്. അതിനുശേഷം കുന്നംകുളത്ത് 2021 വോട്ട് 27,000 വോട്ടാണ്. അപ്പോൾ അതൊരു A ക്ലാസ് മണ്ഡലമാണ്. അത്രയും അധികം താമര ചിഹ്നത്തിൽ വോട്ട് കുത്താൻ തയ്യാറായ മനുഷ്യരുള്ള BJP-യുടെ അണികളുള്ള മണ്ഡലം ഇത്തവണ കൊടുത്തിരിക്കുന്നത് BDJs-നാണ്. ഇനി വേറൊരു മണ്ഡലം, ഇപ്പൊ കളമശ്ശേരി മണ്ഡലത്തിൽ 2016 UDF ജയിക്കുന്നു. UDF ജയിക്കുന്ന സമയത്ത് അവിടെയുള്ള BDJs-ന്റെ വോട്ട് എത്രയാണെന്നറിയാമോ? 24,000 വോട്ട്. 2021 LDF ജയിക്കുമ്പോൾ അവിടെയുള്ള വോട്ട് എത്രയാണെന്നറിയാമോ? 11,000 വോട്ട്. ഈ കണക്കുകൾ വെച്ചുകൊണ്ടാണ് കോൺഗ്രസ് പറയുന്നത്, അതായത് BJP-യുടെ വോട്ട് കുറഞ്ഞപ്പോൾ അവിടെ CPM ജയിച്ചു എന്നാണ് പറയുന്നത്. ഈ കണക്ക് വെച്ചുകൊണ്ടാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. ഞാൻ പറഞ്ഞത് എന്റെ ആരോപണം എന്ന നിലയ്ക്കല്ല ഞാൻ അതിനെ പറയുന്നത്. കോൺഗ്രസ് ഉന്നയിക്കുന്നത് ഈ തരത്തിൽ ഡീലുണ്ട് എന്ന് പറയുന്നത്. പിന്നെ സുനിൽ സാർ K മുരളീധരന്റെ കാര്യം പറഞ്ഞല്ലോ. K മുരളീധരൻ ഒരു തവണ നേമത്ത് പോയി നിന്നു. നേമത്ത് അദ്ദേഹം 36,000 വോട്ട് പിടിച്ചു. 36,000 വോട്ട് കോൺഗ്രസ് അവിടെ പിടിക്കുമ്പോഴാണ് ആര് ജയിക്കുന്നത്? V ശിവൻകുട്ടി ജയിക്കുന്നത്. K മുരളീധരൻ സംസ്ഥാന രാഷ്ട്രീയത്തിൽ തലയെടുപ്പുള്ളൊരു നേതാവാ. എല്ലാ കാലത്തും അങ്ങനെ രക്തസാക്ഷിയാകാൻ വിടാൻ പറ്റുമോ? അദ്ദേഹത്തിന് ജയിക്കുന്ന ഒരു മണ്ഡലം കൊടുക്കണമെന്ന് സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാർട്ടിയും അദ്ദേഹവും വിചാരിക്കില്ലേ? അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ അദ്ദേഹം മനസ്സിലായില്ല.
ഞാൻ ചോദിക്കുന്നത് കെ മുരളീധരനെ നിർത്തിക്കൂടെ എന്ന് ചോദിച്ചെടുത്താണ് ഞാൻ ചോദിക്കുന്നത്. കെ മുരളീധരൻ അവിടെ പോയി നിന്ന് തോറ്റു. അദ്ദേഹത്തിന് ജയിക്കുന്ന ഒരു മണ്ഡലത്തിൽ മത്സരിക്കാൻ ആഗ്രഹം ഉണ്ടാവില്ല. സേഫ് മണ്ഡലം തേടി പോയതാണോ? സേഫ് മണ്ഡലം തേടി പോയതായിരിക്കും. എനിക്ക് എന്താ പ്രശ്നം? അദ്ദേഹത്തിന് താല്പര്യമുള്ള മണ്ഡലമാണല്ലോ. അദ്ദേഹത്തിന് നിയമത്ത് മത്സരിക്കാൻ താല്പര്യമില്ല. അദ്ദേഹം ചോദിക്കുകയാണ്, ഞാൻ കഴിഞ്ഞ തവണ പാർട്ടി തീരുമാനിച്ചപ്പോൾ ഞാൻ അവിടെ പോയി നിന്നല്ലോ, ഇത്തവണ എനിക്ക് നിൽക്കാൻ താല്പര്യമില്ല എന്ന് പറയുന്നത് കെ മുരളീധരൻ തന്നെ വേണം നമുക്ക് വാശി പിടിക്കാൻ പറ്റുമോ? അല്ല, ബാധുവിന്റെ സംശയമല്ല. മട്ടന്നൂരിൽ നിന്ന് ശൈലജ ടീച്ചർ പേരാവൂരിൽ പോകുമ്പോൾ സേഫ് മണ്ഡലത്തിൽ നിന്ന് മാറ്റി എന്നാണ് ആരോപണം. ഇവിടെ നേമത്ത് നിന്ന് വട്ടിയൂർക്കാവിലേക്ക് കെ മുരളീധരൻ പോകുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹം സേഫ് മണ്ഡലത്തിലേക്ക് പോവണ്ടേ എന്നാണ് ചോദ്യം. അങ്ങനെ പൊരുത്തപ്പെടുക? അത് കോൺഗ്രസ്സുകാർ പറയട്ടെ. ഞാൻ പറയുന്നത് എന്റെ ഒരു വേർഷനാണ്. കെ മുരളീധരൻ കോൺഗ്രസിന്റെ ആരാ? കഴക്കൂട്ടത്തെ നല്ല ശക്തമായ BJP മത്സരം നടക്കുന്നു. ശക്തനായ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണോ? അല്ല, എന്താ കാര്യം? ഞാൻ പറയുന്നത് ഇത് കോൺഗ്രസിന്റെ കാര്യമാണല്ലോ. ഞാൻ ചോദിക്കുന്നത് കെ മുരളീധരനെ കുറിച്ച് അങ്ങ് പരാമർശിച്ചതുകൊണ്ട് എന്റെ ഒരു വേർഷൻ ഞാനതിൽ പറയാം. ഇപ്പൊ കോൺഗ്രസ്സുകാരുടെ സ്ഥാനാർത്ഥികൾ ഇന്നവരെ നിർത്തണമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല, ഇന്നവരെ നിർത്തണമെന്ന് സുനിൽ സാറിനും പറയാൻ പറ്റില്ല. എനിക്ക് കോൺഗ്രസ്സുകാരെ എവിടെ നിർത്തണമെന്ന് പറയാൻ പറ്റാത്ത അതേ ഗ്രൗണ്ടിൽ സുനിൽ സാറിന് പറയാൻ പറ്റില്ല. പക്ഷേ ഈ ഡീൽ ആരോപണം ശരിയല്ല എന്ന് പറയാം. അല്ലെ, ഡീൽ ആരോപണം ശരിയല്ലെന്ന് ഞാൻ പറഞ്ഞിട്ടാണ് ഞാൻ പറയുന്നത്. ഇത് കോൺഗ്രസ് ഈ ആരോപണം മുന്നോട്ട് വെക്കാനുള്ള കാരണങ്ങളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഈ 3 മണ്ഡലങ്ങളിലെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഞാനത് അങ്ങനെ കോൺഗ്രസ് ഈ പറയാനുള്ള കാരണം എന്ന് അത് പറഞ്ഞത്. പിന്നീട് ഉണ്ടാകുന്ന വിവാദം എന്താ അറിയാമോ? നുണമത്സരമാണ്. അതായത് പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ മാഷാണ് നുണയ്ക്ക് നോബൽ സമ്മാനം കിട്ടാൻ പറ്റുന്ന ഒരാളെന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നു. പ്രതിപക്ഷ നേതാവിന്റെ നുണയാണ് ഡീല് എന്ന് പാർട്ടി സെക്രട്ടറി പറയുന്നു. ഒന്ന് നോക്കട്ടെ, എത്ര അഭിമാനാർഹമായ ഒരു പോരാട്ടമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന്. സതീശന്റെ നുണകൾ എന്ന് പറഞ്ഞുകൊണ്ട് LDFന്റെ ഭാഗത്തുനിന്ന് വലിയ ക്യാമ്പയിൻ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ്. എന്നിട്ട് അദ്ദേഹത്തിന് ഒരു ഇരട്ട പേര് ഞാൻ പറയാൻ താല്പര്യപ്പെടുത്തില്ല, രാഷ്ട്രീയമായ ഒരു പ്രതികരണങ്ങളും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണല്ലോ. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിന് ഒരു പേര് ചാർത്തി കൊടുക്കുന്നു, അങ്ങനെ ഉണ്ടാകുന്നു. ഇന്ന് VD സതീശൻ തിരിച്ചു ചോദിക്കുന്നത് ആരോഗ്യമന്ത്രിയുടെ കഴുത്ത് പിടിച്ച് ഞെരിച്ചു, കഴുത്ത് പുറകോട്ടായി പോയി എന്ന് പറഞ്ഞ പാർട്ടി കൊല്ലാൻ ശ്രമിച്ചു എന്നാണ് പാർട്ടി സെക്രട്ടറി പറഞ്ഞത്. അപ്പോൾ അതിൽ പിന്നീട് കേസ് വന്നപ്പോൾ അതെങ്ങനെയാണ് വന്നതെന്ന് പറയാം. അപ്പം നുണകൾ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കുന്നുണ്ടോ എന്ന് കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കൾ നമ്മുടെ മുന്നിൽ നിന്ന് പറയാണ്. ഇതൊക്കെയാണ് വിവാദം. അപ്പോൾ നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്നറിയോ? അവനവന് സ്വന്തമായിട്ടുള്ളൊരു സാധനം ഉണ്ടല്ലോ, തലച്ചോറ്. ഈ വിവാദങ്ങളും ഈ നിലയ്ക്കുള്ള ആരോപണങ്ങളും ഈ നിലയ്ക്കുള്ള നെറേറ്റീവും ഒക്കെ ഉണ്ടാകും. ഇപ്പൊ നോക്കൂ, ഡീൽ എന്ന് പറയുന്ന അടിസ്ഥാനപരമായി എന്താ? നമ്മളൊരു പാർട്ടിയിൽ നിന്നുകൊണ്ട് ആ പാർട്ടിയുടെ നേതൃനിരയിലുള്ള ആളുകൾ തീരുമാനിക്കുന്നു നമ്മുടെ പാർട്ടിയിൽ ഒരു 10,000 വോട്ട് അപ്പുറത്ത് കൊടുക്കാം എന്ന്. അതിനല്ലേ ഡീൽ എന്ന് പറയാം. അല്ലാതെ നേതൃത്വത്തിൽ ഇരിക്കുന്ന ഒരാൾ ഞാൻ BJP പോവാ എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകുന്നതിനെ ഡീൽ എന്ന് പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. അതിനെന്താ പറയാ നമ്മൾ പറയാ? പാർട്ടി മാറുക എന്നാണ്. പക്ഷെ ഡീലിനെ കുറിച്ച് പറയുമ്പോൾ ആ നരേറ്റീവ് സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നവർ എന്തിനെ കുറിച്ചാണ് പറയുന്നത്? പാർട്ടി മാറിയ കണക്കാ പറയുന്നത്. ചർച്ച ചെയ്യുന്നത് എന്താ? ഡീലാ. പറയുന്നത് എന്താ? പാർട്ടി മാറിയതാ. അപ്പൊ ഇങ്ങനെ പല നറേറ്റീവുകൾ ഉണ്ടാകും ഈ തെരഞ്ഞെടുപ്പിൽ. അത്ര വലിയ യുദ്ധം നടക്കുന്നുണ്ട്. നമുക്ക് ആ ചിന്തിക്കാനും ചെയ്യാനും പറ്റുന്ന ഒരു കാര്യം, അവനൊരു തലച്ചോറുണ്ട്, അത് വെച്ച് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയുമാണ്. വോട്ട് കുത്തുമ്പോൾ അത് ഓർക്കും എന്ന് വിചാരിച്ച് നിർത്തുന്നു. വിവാദങ്ങൾ ആയുധമാക്കുന്നു എന്നുള്ളതാണ് ചോദ്യം. വിവാദങ്ങൾ ആയുധമാക്കുകയാണ് എന്നുള്ളതാണ് എൻ്റെ പക്ഷം. അതിനു മുൻപ് നേരത്തെ സൂചിപ്പിച്ച 2 പ്രധാനപ്പെട്ട പരാമർശങ്ങൾ. ഒന്ന്, തോമസ് ഐസക്കിൻ്റെ ഭാഗത്തു നിന്ന് കോമാളി എന്നൊരു പദപ്രയോഗം വന്നത് ഒട്ടും നമുക്ക് രാഷ്ട്രീയമായി യോജിക്കാനാവാത്തൊരു പദപ്രയോഗമാണ്. അദ്ദേഹം ഒരു സിനിമാ താരമാണ്. ഒരു സിനിമാ താരം എന്നുള്ളത് മറ്റേതു കലാകാരന്മാരെ പോലെയും ആദരിക്കപ്പെടേണ്ട ഒരു പ്രൊഫഷനാണ്. അദ്ദേഹത്തിൻ്റെ പണിയെടുത്ത് ജീവിക്കുന്ന ഒരാളാണ് രമേഷ് പിഷാരടി. അദ്ദേഹം ഒരു നല്ല ആക്ടറാണ്, ഒരു കൊമേഡിയനാണ്. കൊമേഡിയന്മാർ എന്ന് പറയുന്നത് സമൂഹത്തിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയമായ തമാശകളൊക്കെ പറയുകയും ഒക്കെ ചെയ്യുന്ന ആളാണ്. അദ്ദേഹത്തെ നമുക്ക് രാഷ്ട്രീയമായി എതിർക്കാം, പക്ഷേ ആ പ്രൊഫഷനെ ആ രീതിയിൽ ഇകഴ്ത്തി കാണിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ ആ പരാമർശത്തോട് യോജിക്കുന്നില്ല. അത് തോമസ് ഐസക്ക് തിരുത്തേണ്ട ഒരു പദപ്രയോഗമാണ്. രണ്ടാമത്തത്, മുഖ്യമന്ത്രി ഉപയോഗിച്ച പദപ്രയോഗം ഇന്ന് വലിയ വിവാദമായി മാറിയിരിക്കുകയാണ്. കാര്യം അത് പ്രയോഗിക്കുന്നത് മുഖ്യമന്ത്രിയാണ് എന്നുള്ളത് കൊണ്ട് മാത്രമല്ല, ഒരു കമ്മ്യൂണിസ്റ്റുകാരനായ ഒരാൾ ഒരിക്കലും പ്രയോഗിക്കാൻ പാടില്ലാത്ത ചില പദപ്രയോഗങ്ങളുണ്ട്. അതിലൊന്നാണ് ഇത് കീഴ്വഴക്കങ്ങൾ കൊണ്ട് അതിൻ്റെ അർത്ഥം നഷ്ടപ്പെട്ടു പോവുകയോ അതല്ലെങ്കിൽ മറ്റൊരു അർത്ഥമായിട്ട് അതിനെ വ്യാഖ്യാനിക്കുകയോ ചെയ്യും. ഇപ്പോൾ രാഷ്ട്രീയ ചെറ്റത്തരം എന്ന് പറയുമ്പോൾ ചെറ്റത്തരത്തിൻ്റെ അർത്ഥം മാറുകയും രാഷ്ട്രീയ ചെറ്റത്തരമാണ്, അതൊരു പുതിയ പദപ്രയോഗമാണ് എന്ന രീതിയിൽ വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആ വാക്കിൻ്റെ അർത്ഥം അതിൻ്റെ ഒരു ക്ലാസുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ചെറ്റക്കുടിലുകളിൽ താമസിച്ചിരുന്ന മനുഷ്യർ, സാധാരണ പാർശ്വവൽക്കരിക്കപ്പെട്ട മനുഷ്യർ, ആ മനുഷ്യരെ എന്നും എന്തോ വെറുപ്പോടുകൂടി കണ്ടിരുന്ന ഒരു പ്രതീതി അവിടെ സൃഷ്ടിക്കപ്പെടുന്നു എന്നുള്ളതാണ്. ഇത് പൊളിറ്റിക്കലി ഇൻകറക്റ്റായ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. റിനിഗേഡ് എന്ന വാക്കാണ് സാധാരണ ഇത്തരം സന്ദർഭങ്ങളിൽ കമ്മ്യൂണിസ്റ്റുകാർ ഉപയോഗിച്ച് കാണുന്നത്. കൗട്സ്കിയെ പണ്ട് ലെനിൻ വിശേഷിപ്പിച്ചത് അങ്ങനെയാണ്. ആരും വർഗ്ഗവഞ്ചകരെന്നോ കുലം കുത്തിയെന്നോ ഒക്കെ വിശേഷിപ്പിക്കാം. ഇപ്പോൾ കുലം കുത്തി എന്നൊരു വിശേഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കമ്മ്യൂണിസ്റ്റ് ഭാഷയിലെ ഒരു വളരെ ഒരാളെ ഏറ്റവും
കൂടുതൽ ഹാർഷായ ഭാഷയിൽ വിമർശിക്കുന്ന ഒരു പദപ്രയോഗമാണ്. അത് യഥാർത്ഥത്തിൽ ഒരു ഒറ്റുകാരനെ ആണ് സൂചിപ്പിക്കുന്നത്. എങ്ങനെയാണ് ഒരു യുദ്ധത്തിൽ എങ്ങനെയാണോ തൻ്റെ സൈന്യം ശത്രുപാളയത്തിലേക്ക് മാർച്ച് ചെയ്യുന്ന സമയത്ത് ആ സൈന്യത്തിൽ നിന്ന് ഒറ്റിക്കൊടുത്ത് ശത്രുപാളയത്തിലേക്ക് ചേക്കേറുന്നയാളെ വിശേഷിപ്പിക്കുന്നതാണ് റെനിഗേഡ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു പദപ്രയോഗം ഇപ്പോൾ വർഗവഞ്ചകൻ എന്ന പദപ്രയോഗത്തിൽ തെറ്റില്ല. കാര്യം കമ്മ്യൂണിസ്റ്റ് ഭാഷാപരമായി അത് തന്നെയാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഇന്ന് ജി സുധാകരൻ ആ തൊപ്പിയും അണിഞ്ഞുകൊണ്ട് നിൽക്കുന്ന ചിത്രത്തെ ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ കമ്മ്യൂണിസ്റ്റ് ഭാഷാ ശൈലിയിൽ അങ്ങനെ വിശേഷിപ്പിക്കാം. പക്ഷേ ചെറ്റത്തരം എന്ന് വിശേഷിപ്പിച്ചത് അത് കടന്നുപോയി എന്നുള്ളതാണ്. അതൊരു പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണ്. അത് തിരുത്തുക എന്നുള്ളതാണ് ഏറ്റവും അഭികാമ്യമായ ഒരു കാര്യം. അതല്ലെങ്കിൽ ഇനി അത് ആവർത്തിക്കാതിരിക്കാനെങ്കിലും മിനിമം ശ്രമിക്കുക. കാര്യം ഇത് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണ്. ചെറ്റക്കുടിലിൽ താമസിക്കുന്ന മനുഷ്യർ അവഹേളിക്കപ്പെടേണ്ട മനുഷ്യരല്ല എന്ന തോന്നൽ അതുണ്ടാക്കും. രാഷ്ട്രീയമായി ചെറ്റത്തരം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അവിടെ രാഷ്ട്രീയം എന്നുള്ളത് മറന്നുപോവുകയും ഈ പദത്തിന് മാത്രം പ്രാധാന്യം വരികയും ചെയ്തേക്കാം. വേണമെങ്കിൽ അങ്ങനെ വ്യാഖ്യാനിക്കപ്പെട്ടേക്കാം. അതുകൊണ്ട് അത് ഒഴിവാക്കേണ്ടിയിരുന്നു എന്നുള്ളത് തന്നെയാണ് എൻ്റെ നിലപാട് ഈ വിഷയത്തിൽ. ഇനി അടുത്ത രണ്ട് പ്രധാനപ്പെട്ട വിവാദങ്ങളിലേക്ക് വരാം. അതിലെന്താണ്? ഒന്ന് ഗുരുവായൂരിലെ വിഷയമാണ്. രണ്ടാമത്തത് വോട്ട് ഡീലാണ്. ഗുരുവായൂരിനെ കുറിച്ച് ഗോപാലകൃഷ്ണൻ പറഞ്ഞത് ഒരു പുരോഗമന കേരളത്തിന് ഒരിക്കലും അംഗീകരിക്കാനാവാത്ത കാര്യമാണ്. ഗുരുവായൂരിൻ്റെ രാഷ്ട്രീയ ചരിത്രം അറിയുന്നവർക്ക് ഒട്ടും ഗുരുവായൂർ സ്വദേശികൾക്ക് തെല്ലുപോലും അംഗീകരിക്കാൻ പറ്റാത്തൊരു പ്രസ്താവനയാണ് നടത്തിയത്. ഗുരുവായൂർ സത്യാഗ്രഹം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ സംഘപരിവാറുകാരോട് കേരളത്തിലെ പൊതുജനം ഒരുമിച്ച് നിന്ന്, പുരോഗമന മനസ്സുള്ള പൊതുസമൂഹം, ഹിന്ദു സമൂഹം ഒരുമിച്ച് നിന്ന് എതിർത്ത ഒരു നിലപാടാണ്. ആ നിലപാടിൻ്റെ ഭാഗമായിട്ടാണ് ഗുരുവായൂർ സത്യാഗ്രഹം ഉണ്ടാവുന്നത്. ഇന്ന് കേരളത്തിൻ്റെ പുരോഗമനത്തിൻ്റെ തങ്കലിപികളിൽ എഴുതപ്പെട്ടിരിക്കുന്നു. അന്ന് ആരാണ് സംഘപരിവാർ എന്ത് നിലപാടാണ് എടുത്തത്? ക്ഷേത്രാധികാരികളോടൊപ്പം നിന്നുകൊണ്ട് ഗുരുവായൂർ സത്യാഗ്രഹത്തെ എതിർത്ത സംഘപരിവാറുകാർ. അതായത് ഇന്ന് ഗുരുവായൂർ അമ്പലത്തിൽ തൊഴാൻ വരുന്ന ഭൂരിപക്ഷം ആളുകൾക്കും അവിടെ പ്രവേശനം നിഷേധിക്കണം എന്ന് പറഞ്ഞത് സംഘപരിവാറാണ് എന്നത് ചരിത്രത്തിലെ വസ്തുത. ആ സംഘപരിവാറിൽപ്പെട്ട ഗോപാലകൃഷ്ണനാണ് ഇന്നവിടെ ഹിന്ദു MLA എന്തുകൊണ്ട് നിർത്തിയില്ല, ഹിന്ദു കാൻഡിഡേറ്റിനെ എന്തുകൊണ്ട് നിർത്തിയില്ല എന്ന ചോദ്യം ചോദിക്കുന്നത്. അത് നിയമപരമായും ധാർമ്മികമായും ശരിയല്ല എന്നുള്ളതാണ്. ഗുരുവായൂരിനൊരു ചരിത്രമുണ്ടെന്നേ. എന്താ ഗുരുവായൂരിൻ്റെ ചരിത്രം? അത് ഗുരുവായൂർ സത്യാഗ്രഹത്തിന് മാത്രമല്ല. ഗുരുവായൂർ സത്യാഗ്രഹമൊക്കെ കഴിഞ്ഞ് കുറേ പതിറ്റാണ്ടുകൾക്ക് ശേഷം ഗുരുവായൂർ അമ്പലത്തിൽ ഒരു തീ പിടിക്കുന്നുണ്ട്. എന്താണെന്നറിയാമോ? 1970 നവംബർ മാസം 29-ാം തീയതി. അന്ന് ഏകാദശിയാണ്. ഏകാദശി കഴിഞ്ഞ് പോലീസ് വിളക്ക് വരുന്ന സമയം. ആ പോലീസ് വിളക്ക് കഴിഞ്ഞ് നടയടച്ച് രാവിലെ, അതായത് നവംബർ മാസം 30-ാം തീയതി 1970 രാവിലെ ഈ ശ്രീകോവിലിൻ്റെ തൊട്ടപ്പുറത്ത് ആ വിളക്ക് നിൽക്കുന്നല്ലോ, ആ വിളക്കുമാടത്തിൻ്റെ തൊട്ടടുത്തായിട്ട് തീ പിടിക്കുന്നു. ആ തീ ഗോപുര കവാടം കടന്ന് ശ്രീകോവിലേക്ക് കൂടി പടരുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു. പെട്ടെന്നൊരു പരിഭ്രാന്തി രൂപപ്പെടുന്നു. ആരാണ് ആദ്യം പാനിക് ബട്ടൺ അമർത്തുന്നതെന്ന് അറിയാമോ? തൊട്ടപ്പുറത്തുള്ളൊരു ക്രിസ്ത്യൻ പള്ളിയുണ്ട്. ആ ക്രിസ്ത്യൻ പള്ളിയിൽ നിന്ന് കൂട്ടമണി മുഴങ്ങുകയാണ്. ആ കൂട്ടമണി മുഴങ്ങി ഭക്തരെ മുഴുവൻ വിളിച്ചു വരുത്തുന്നു. തൊട്ടപ്പുറത്തുള്ള ഒരു മുസ്ലിം ദേവാലയത്തിൽ നിന്ന്, മസ്ജിദിൽ നിന്ന് അർദ്ധരാത്രി 1:30 ബാങ്ക് വിളി ഉണ്ടാവുന്നു. ആ ബാങ്ക് വിളിയിൽ അവിടെയുള്ള ഭക്തരെ മുഴുവൻ ഉണരുകയും നാനാജാതി മതസ്ഥരായ മനുഷ്യരും ഈ ഗുരുവായൂർ അമ്പലത്തിലേക്ക് ഓടിയെത്തുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. പിന്നീട് അവിടെ നടന്നത് ഒരുപക്ഷെ കേരളത്തിൻ്റെ മതേതര സമൂഹത്തിന് എന്നും അഭിമാനമുണ്ടാക്കുന്ന നിമിഷമാണ്. ജാതിയോ മതമോ ഒന്നും ചോദിക്കാതെ എല്ലാവരും കൈമെയ് മറന്ന് അവിടെ തീ അണയ്ക്കാൻ ശ്രമിക്കുന്നു. അപ്പോഴേക്കാണ് ഫയർ എഞ്ചിനുകൾ വരുന്നതും തീ അണയ്ക്കുന്നതും. പിന്നീട് 3 വർഷത്തിന് ശേഷമാണ് ഗുരുവായൂർ ക്ഷേത്രം ആ രീതിയിലേക്ക് പുനർനിർമ്മിക്കുന്നത്. അവിടെ ആ വിഗ്രഹത്തിന് ഒരു കേടുപാടും സംഭവിക്കാതെ തന്ത്രിയുടെ പുരയിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. ആ സമയത്ത് നോക്കൂ, അവിടെ ഗുരുവായൂർ ക്ഷേത്രത്തിന് തീ പിടിക്കുമ്പോൾ കൂട്ടമണിയടിക്കാനും ബാങ്ക് വിളിക്കാനും കഴിയുന്ന ഒരു സമൂഹം കേരളത്തിൽ അവശേഷിക്കുന്നു എന്നതുകൊണ്ടാണ് ഈ ഗോപാലകൃഷ്ണന്റെ വാക്കുകൾക്ക് കേരള സമൂഹം ചെവി കൊടുക്കാതെ പോകുന്നതും അതിനെ അർഹിക്കുന്ന അവഗണനയോടുകൂടി നമ്മൾ ഉപേക്ഷിക്കുന്നതും സംഘപരിവാർ രാഷ്ട്രീയത്തിന് ഇപ്പോഴും വേരുപിടിക്കാൻ കഴിയാതെ 15% അവർ കഴിയുന്നതും. ഗുരുവായൂർ ക്ഷേത്രത്തെ നിങ്ങൾ വെറുതെ വിടുക. ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ ഒരു ഹിന്ദു MLAക്ക് മാത്രമേ കഴിയൂ എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. ഞാനൊരു 2 കാര്യങ്ങൾ പറയാം. ഗുരുവായൂരിൽ അടക്കമുള്ള തൃശ്ശൂരിലുള്ള MP ഉണ്ടല്ലോ, ഈ ഗുരുവായൂർ ക്ഷേത്രത്തിന് വേണ്ടി ഇതുവരെ ചെയ്ത 5 കാര്യങ്ങൾ ഒന്ന് തുറന്നു പറയാൻ കഴിയുമോ? ഗുരുവായൂരിൽ ഒരു അടിപ്പാത ഉണ്ടായിരുന്നു. ആ അടിപ്പാത വരുന്നത്, ആ അടിപ്പാതയ്ക്ക് വേണ്ടിയിട്ട് പാറ വെച്ച ഒരു നേതാവുണ്ട്, തിരുവെങ്കിടം റെയിൽ അടിപ്പാലം. ഈ റെയിൽ അടിപ്പാലത്തിന് പാറ വെച്ച നേതാവ് ഏത് സമുദായത്തിൽപ്പെട്ടയാളാണെന്ന് ഞാൻ പറയുന്നില്ല, അത് ഗുരുവായൂരുകാരെ അന്വേഷിച്ചാൽ മതി. തീർന്നില്ല. LDF സർക്കാരിൻ്റെ കാലത്താണെങ്കിലും അത് NK അക്ബർ ആണെങ്കിലും ശരി, അബ്ദുൽ ഖാദർ MLA ആണെങ്കിലും ശരി, 2011 മുതൽ ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെടുത്തി നടത്തിയ വികസന പ്രവർത്തനങ്ങളെ കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റുമോ? ഞാൻ 2 കാര്യങ്ങൾ മാത്രം പറയാം. ഗുരുവായൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്തായിരുന്നെന്ന് അറിയാമോ? പി. സുനിൽ,
അവിടെ ഒരു മേൽപ്പാലമുണ്ട്. ആ മേൽപ്പാലം ഒരു ദിവസം 36 തവണ അടയ്ക്കുകയും തുറക്കുകയും ചെയ്യും. ഭക്തർക്ക് ബുദ്ധിമുട്ടാണ്, അവിടെ വന്നു പോകുന്ന സാധാരണക്കാർക്ക് ബുദ്ധിമുട്ടാണ്. ഇത് ഏത് കേന്ദ്ര സർക്കാർ എതിർത്ത കിഫ്ബിയുടെ ഫണ്ടിൽ 25 കോടി രൂപ ചെലവഴിച്ച് ഗുരുവായൂരിലെ മേൽപ്പാലം നിർമ്മിച്ച സർക്കാരാണ് LDF സർക്കാർ. അന്നതിന് നേതൃത്വം കൊടുത്ത MLA പേര് അബ്ദുൽ ഖാദർ എന്നാണ്. അതിന് തുടർച്ചയുണ്ടാക്കിയ MLA പേര് NK അക്ബർ എന്നാണ്. നോക്കൂ, ഗുരുവായൂരിലേക്ക് അസാധ്യമെന്ന് കരുതിയ ഒരു മേൽപ്പാലം സാധ്യമാക്കി. തീർന്നില്ല. ഗുരുവായൂർ ദേവസ്വത്തിലേക്ക് പ്രതിദിനം വേണ്ടുന്ന 5 ലിറ്റർ ശുദ്ധജലം വേണം. എവിടുന്ന് കൊടുക്കും? സർക്കാരിൻ്റെയും ഒപ്പം തന്നെ നഗരസഭ ഭരിക്കുന്ന ഇടതുപക്ഷവും ഒക്കെ കൂടി ചേർന്നാണ്. ഇത് ഏതെങ്കിലും തരത്തിൽ ഇടതുപക്ഷത്തിന് മാത്രമല്ല, ഗുരുവായൂർ കാലാകാലങ്ങളായി ഭരിച്ചു വന്ന സെക്യുലർ ആയിട്ടുള്ള ആളുകളും ഒപ്പം തന്നെ കേരളത്തിലെ സെക്യുലർ ഗവൺമെൻറ്റുകളും ഗുരുവായൂർ ക്ഷേത്രത്തിന് കൊടുത്തിരിക്കുന്ന പങ്ക് ചെറുതല്ല. അത് ഏതെങ്കിലും തരത്തിലൊരു മതത്തിൻ്റെ കള്ളിയിലേക്ക് നിർത്താൻ പാടില്ല എന്നതാണ് എൻ്റെ പക്ഷം. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഗോപാലകൃഷ്ണൻ, ഗുരുവായൂരിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് മതേതരത്വത്തിൻ്റെ ചരിത്രം കൂടിയാണ്. അതൊരു സെക്യുലർ സമൂഹത്തിൻ്റെ ആരാധനാലയം കൂടിയാണ്. ആ ആരാധനാലയം നിലനിൽക്കേണ്ടതും ആ ആരാധനാലയം അതേ രീതിയിൽ പുരോഗമിക്കപ്പെടേണ്ടതും നമ്മുടെ പൊതു ആവശ്യമാണ്. അതിനെ മതത്തിൻ്റെ കള്ളിയിൽ ഒതുക്കരുത് എന്ന് മാത്രമാണ് എനിക്ക് അഭ്യർത്ഥനയുള്ളത്. നിലവിൽ കേസെടുത്തിട്ടുള്ള ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ച് പ്രധാനപ്പെട്ട വകുപ്പുകളാണ്. 3 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. ഇത് പ്രേക്ഷകരുടെ സമക്ഷം പറയുന്നു. അങ്ങേയറ്റം ഇന്നത്തെ ദിവസം അപലപിക്കേണ്ട ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയി പോയി അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ്റേത്. ഇനി ഡീലിലേക്ക് വന്നാൽ 2 ചോദ്യങ്ങളാണ് എനിക്കുള്ളത്. യഥാർത്ഥത്തിൽ കേരളത്തിൽ ആരൊക്കെ തമ്മിലാണ് ഡീലെന്ന് സംശയമുണ്ടാവുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കഴക്കൂട്ടം മണ്ഡലത്തെ മുൻനിർത്തിക്കൊണ്ട് എനിക്ക് ചോദിക്കണമെന്നുണ്ട്. കാരണം കഴക്കൂട്ടം മണ്ഡലത്തിൻ്റെ ഒരു പ്രത്യേകത, നേമമണ്ഡലത്തിൻ്റെയും നേമത്ത് 19,000 വോട്ടുണ്ടായിരുന്നത് പിന്നീട് എങ്ങനെയാണ് ചുരുങ്ങി 15,000-ലേക്കും 20,000-ൽ താഴെയും ഒക്കെ വോട്ടായി മാറിയതെന്നറിയാം. ആരുടെ വോട്ട് കുറയുമ്പോഴാണ് നേമത്ത് BJPയുടെ വോട്ട് കൂടുന്നതെന്നും അറിയാം. നേമത്ത് അക്കൗണ്ട് ക്ലോസ് ചെയ്ത പാർട്ടിയുടെ പേര് CPM എന്നാണ്. നേമത്ത് അക്കൗണ്ട് തുറക്കാൻ വേണ്ടിയിട്ട് വോട്ട് കൊടുത്ത പാർട്ടിയുടെ അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകരുടെ പേര് ഇന്റർനാഷണൽ കോൺഗ്രസ് എന്നാണ്. അവിടെ എങ്ങനെയാണ് അന്ന് രാജഗോപാൽ നിയമസഭയിലേക്ക് എത്തുന്നത് നമുക്കറിയാം. രാജഗോപാലിന്റെ അക്കൗണ്ട് പിന്നീട് എങ്ങനെയാണ് ശിവൻകുട്ടി പൂട്ടുന്നതെന്ന് പറയാം. അപ്പോൾ BJPയുടെ അക്കൗണ്ട് നേമത്ത് പൂട്ടിയ പാർട്ടി CPM ആണ്. ആ CPM-ന് BJP ഡീൽ എന്നുള്ളത് രാഷ്ട്രീയമായി നിലനിൽക്കുന്നതല്ല. 1. 2, കഴക്കൂട്ടത്ത് നോക്കൂ. അടുത്ത എക്സാമ്പിളാണ്, അധികം ആരും ചർച്ച ചെയ്യാതെ പോയതാ. കഴക്കൂട്ടത്തെ വോട്ട് ഷിഫ്റ്റ് ഞാനൊന്ന് പരിശോധിക്കുകയായിരുന്നു. കഴക്കൂട്ടത്ത് 2011 മുതൽ, അന്ന് ഞാൻ കഴക്കൂട്ടത്ത് പഠിക്കുകയും ഗവേഷണമൊക്കെ ചെയ്യുന്ന സമയത്ത് അവിടുത്തെ MLA വാഹിദിന് 50,000 വോട്ടുണ്ടായിരുന്നു കഴക്കൂട്ടത്ത്. ആ 50,000 വോട്ടിലാണ് വാഹിദ് കഴക്കൂട്ടത്ത് വളരെ ജനപ്രിയനായിരുന്നു. പിന്നീട് അവിടെ പാർട്ടിയെ തുടർന്നുണ്ടാകുന്നൊരു വ്യത്യസ്ത അഭിപ്രായത്തെ തുടർന്ന് വാഹിദ് പാർട്ടിയിൽ നിന്ന് മാറുന്നു. വാഹിദിന് 50,000 വോട്ടുണ്ടായിരുന്ന സമയത്ത് അന്ന് അവിടെ നിർത്തിയ BJP സ്ഥാനാർത്ഥി ദുർബലനായിരുന്നു. പിന്നീട് BJP സ്ഥാനാർത്ഥി ശക്തനാവുന്നു, V മുരളീധരൻ വരുന്നു. അപ്പോൾ വാഹിദിൻ്റെ വോട്ട് കുറയുകയും BJPയുടെ വോട്ട് കൂടുകയും ചെയ്തു. പക്ഷേ ആ സമയത്തും LDF സ്ഥാനാർത്ഥിയുടെ വോട്ട് സ്ഥിരമായിട്ട് 50,000-നും 42,000-നും ഇടയിൽ നിൽക്കുന്ന സാഹചര്യമുണ്ട്. അത് കഴിഞ്ഞിട്ട് 2016 ആകുമ്പോഴേക്ക് എന്താ സംഭവിക്കുന്നത്? 2014 ജെ പത്മകുമാർ 7,500 വോട്ട് BJP പിടിച്ചെടുത്ത് നിന്ന് മുരളീധരൻ 42,000 വോട്ട് വർദ്ധിപ്പിക്കുന്നു. വോട്ട് കുറയുന്നത് ആരുടെയാ? കോൺഗ്രസിന്റെ. വോട്ട് കൂടുന്നത് ആരുടെയാ? മുരളീധരന്റെ, BJPയുടെ. പത്മകുമാറിന് 7,500 വോട്ടേ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ കഴക്കൂട്ടത്ത്. ഇന്ന് ആ വോട്ട് എത്രയാണെന്ന് അറിയാമോ? ഇന്ന് ആ വോട്ട് വന്ന് 40,000 വോട്ട് 42,000 വോട്ടായിട്ട് മാറി. ശോഭാ സുരേന്ദ്രൻ ഏറ്റവും ഒടുവിൽ പിടിച്ച വോട്ട് 40,000. V മുരളീധരൻ അവിടെ പിടിച്ച വോട്ട് 42,000. അവിടെ ആരുടെ വോട്ടാണ് കുറഞ്ഞത്? എന്നിട്ട് അവിടെ കൊണ്ട് നിർത്തിയ സ്ഥാനാർത്ഥി ആരാണെന്ന് അറിയാമോ? SS ലാലിനെ. SS ലാലിനെ കൊണ്ട് കഴക്കൂട്ടം പോലെ ഒരു മണ്ഡലത്തിൽ ഏതു നിമിഷവും BJP റാഞ്ചിക്കൊണ്ടു പോകാവുന്ന 42,000 വോട്ട് വാഹിദിന്റെ സമയത്ത് തന്നെ നേടുന്ന ഒരു 40,000 വോട്ടുകൾ വാഹിദിന്റെ സമയത്ത് തന്നെ നേടുന്ന ഒരു സ്ഥാനാർത്ഥി അവിടെ കൊണ്ടിട്ടിട്ട് ആ സ്ഥാനാർത്ഥി ദുർബലനായി SS ലാൽ. ശരി, കഴിഞ്ഞ തവണ SS ലാലിനെ അവിടെ മറ്റൊരു താല്പര്യത്തിന് പുറത്തിട്ടു എന്ന് കരുതുക, വന്നാൽ ആരോഗ്യ വകുപ്പ് മന്ത്രി എന്ന മട്ടിലിട്ടു എന്ന് കരുതുക. പക്ഷേ 2026 ആകുമ്പോഴേക്കും ആ മണ്ഡലം, കഴക്കൂട്ട മണ്ഡലം A ക്ലാസ് മണ്ഡലവും വിജയസാധ്യത BJPക്കുള്ള മണ്ഡലവുമല്ലേ? ആ മണ്ഡലത്തിൽ ശബരിമല ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമല്ലേ? എന്തെങ്കിലും ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ ഒരു മുതിർന്ന നേതാവിനെ കഴക്കൂട്ടത്ത് നിർത്തണ്ടേ? അവിടെ ആരാ നിർത്തിയിരിക്കുന്നത്? ശരത്ചന്ദ്ര പ്രസാദിനെ അവിടെ നിർത്തിയിരിക്കുന്നത്. കഴിഞ്ഞ തവണ ശോഭാ സുരേന്ദ്രൻ 40,000 വോട്ട് പിടിച്ചെടുത്ത് ഇപ്പം V മുരളീധരനാണ് നിൽക്കുന്നത്. കഴക്കൂട്ടം മണ്ഡലത്തിൽ എക്കാലത്തെയും BJPയുടെ ഏറ്റവും ഉയർന്ന വോട്ട് പിടിച്ചയാൾ BJP സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുമ്പോൾ ഏറ്റവും ദുർബലനായ ആളെയാണ് അവിടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തുന്നത്. ഇതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. പക്ഷെ നോക്കൂ, അവിടെയും 63,000 വോട്ടിലേക്ക് വോട്ട് വർദ്ധിപ്പിച്ചു കടകംപള്ളി സുരേന്ദ്രൻ. 50,000-ൽ നിന്ന് 13,000 വോട്ട് വർദ്ധിപ്പിക്കുക ചെയ്തത് കടകംപള്ളി സുരേന്ദ്രൻ. അപ്പോൾ കേരളത്തിൽ കോൺഗ്രസ് CPM BJP ഡീൽ എന്നുള്ളൊരു ആരോപണം നിയമമണ്ഡലത്തെ മുൻനിർത്തിയോ കഴക്കൂട്ടം മണ്ഡലത്തെ മുൻനിർത്തിയോ പറയാൻ കഴിയില്ല. അപ്പോൾ പിന്നെ എവിടെയാ പറയാൻ പറ്റുക? അങ്ങനെ തെരഞ്ഞു വന്നപ്പോഴാണ് പാലക്കാട് നമുക്ക് പറയാം. പാലക്കാട് മണ്ഡലത്തിൽ യഥാർത്ഥത്തിലുള്ള അവസ്ഥ എന്താ? ഇപ്പോൾ എന്തുകൊണ്ടാണ് പാലക്കാട് മണ്ഡലത്തിൽ വളരെ പെട്ടെന്ന് ഈ BJP കോൺഗ്രസ് ഡീൽ എന്നൊരു ആരോപണം ഉന്നയിക്കാനുള്ള കാരണം? ഉത്തരം വളരെ 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 ലളിതമാണ്. ആ മണ്ഡലത്തിൽ NMR റസാക്ക് ഒരു ശക്തമായ മത്സരം കാഴ്ചവെക്കുമെന്നുള്ളൊരു ഭയം നിലവിൽ കോൺഗ്രസിനുണ്ട്.
രണ്ട് കാരണങ്ങളാലാണ്. ഒന്ന്, കോൺഗ്രസിന്റെ DCC പ്രസിഡന്റ് തങ്കപ്പൻ എവിടെയാണ് മത്സരിക്കുന്നതെന്ന് അറിയാമോ? നെന്മാറയിലാണ് മത്സരിക്കുന്നത്. കോൺഗ്രസിന്റെ മെഷീനറിയും കോൺഗ്രസിന്റെ ജില്ലാ കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട ഭാരവാഹികളും ആർക്ക് വേണ്ടിയാണ് ക്യാമ്പയിൻ ചെയ്യാൻ പോയിരിക്കുന്നത്? തങ്കപ്പന് വേണ്ടിയാണ് ക്യാമ്പയിൻ ചെയ്യാൻ പോയിരിക്കുന്നത്. VK ശ്രീകണ്ഠന്റെ ഭാര്യ എവിടെയാണ് മത്സരിക്കുന്നത്? കോങ്ങാടാണ് മത്സരിക്കുന്നത്. കോങ്ങാട് ശക്തമായ മത്സരമുണ്ട് ഇക്കുറി, നമുക്ക് എഴുതി തള്ളാൻ പറ്റത്തില്ല. K തുളസി അവിടെ മത്സരിക്കുന്നുണ്ട്. അപ്പോൾ VK ശ്രീകണ്ഠന്റെ ഈ സംവിധാനങ്ങളും കൂടുതൽ പ്രവർത്തിക്കുന്നത് എവിടെയാണ്? കോങ്ങാട് മണ്ഡലത്തിലാണ്. ബാക്കി പ്രവർത്തിക്കുന്നതല്ല, ഷാഫി പറമ്പിലിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘമാണ് യഥാർത്ഥത്തിൽ. VK ശ്രീകണ്ഠൻ അവിടെ ഉണ്ട്, ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ ഈ രണ്ടു മണ്ഡലങ്ങളിലും കോൺഗ്രസ് ശക്തമായ പോരാട്ടം നടത്തുന്നുണ്ട്. ഒന്ന് K തുളസിയും മറ്റടുത്ത് തങ്കപ്പനും. അപ്പോൾ രമേശ് പിഷാരടി അവിടെ മത്സരം നടത്തുമ്പോൾ സ്വാഭാവികമായും ഒരു വലിയ ആശങ്ക അവിടെ നിൽക്കുന്നുണ്ട്. ഒന്ന്, ഷാഫിയുടെ നോമിനിയാണ് എന്ന് പറയുന്ന ഒരു ചർച്ച പാർട്ടിക്കുള്ളിലുണ്ട്. അത് നമ്പർ 1. നമ്പർ 2, രമേശ് പിഷാരടി അവിടെ മത്സരിക്കാൻ ഇറങ്ങുന്ന സമയത്ത് NMR റസാക്കിന് അപ്രതീക്ഷിതമായിട്ട് CPM ഫീൽഡ് ചെയ്യുമ്പോൾ പെട്ടെന്ന് വന്നൊരു പ്രശ്നം, സാധാരണ രീതിയിൽ കോൺഗ്രസിന് അവിടെ വിജയിക്കാൻ സാധ്യതയുള്ള ഒരു വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് പിരായിരിയിലെയും പാലക്കാടിലുമുള്ള മുസ്ലിം വോട്ടാണ്. ആ മുസ്ലിം വോട്ടിൽ ഒരു ഷിഫ്റ്റ് ഉണ്ടാകുമോ എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള ആരോപണത്തിൻ്റെ അടിസ്ഥാനം. ദുർബലനായ സ്ഥാനാർത്ഥി അല്ല NMR റസാക്ക് എന്നുള്ളതാണ് എൻ്റെ പക്ഷം. NMR റസാക്ക് അവിടെ റാവുത്തർ വിഭാഗത്തിൽപ്പെട്ട കുടുംബത്തിൽപ്പെട്ടയാളാണ്. വലിയ സ്വാധീനം എങ്ങനെയാണ്? ഒരു വ്യവസായി എന്ന നിലയിൽ മാത്രമല്ല, ഒരു ചാരിറ്റി പ്രൊവൈഡർ എന്ന നിലയിൽ കൂടി അദ്ദേഹത്തിനുണ്ട്. അവിടെ അദ്ദേഹത്തിന് വളരെ ശക്തമായി പ്രവർത്തിക്കുന്ന ഒരു NGO സംവിധാനമുണ്ട്. വളരെ പ്രധാനപ്പെട്ട, ഞാൻ മനസ്സിലാക്കുന്നത് മുനിസിപ്പാലിറ്റിയിലെ പ്രധാനപ്പെട്ട കോൺഗ്രസ് കൗൺസിലർമാരുമായിട്ട് പോലും അടുത്ത ബന്ധമുള്ള ഒരു നേതാവാണ് NMR റസാക്ക്. കോൺഗ്രസ് കുടുംബത്തിൽ നിന്ന് പോലും ഒരു പക്ഷേ NMR റസാക്കിന് വോട്ട് പോകും. അതാണ് പ്രശ്നം. കോൺഗ്രസ് കുടുംബത്തിൽ നിന്ന് പോലും, അല്ലാതെ BJPയുടെ വോട്ട് NMR റസാക്കിലേക്ക് വരുമെന്നല്ല. NMR റസാക്കിന് കിട്ടേണ്ട വോട്ടുകൾ NMR റസാക്കിന് കിട്ടുകയും കോൺഗ്രസിന് കിട്ടേണ്ടിയിരുന്ന മുസ്ലിം വോട്ടുകൾ NMR റസാക്കിലേക്ക് പോവുകയും ചെയ്താൽ അവിടെ BJP വിജയിക്കുമോ എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ആശങ്ക. കാര്യം അവിടെ വോട്ട് വ്യത്യാസം എന്നുള്ളത് ശോഭാ സുരേന്ദ്രൻ വരുമ്പോൾ കുറയുമെന്ന് അവർ ഭയക്കുന്നു. അങ്ങനെ ഭയക്കുന്നെങ്കിൽ എന്തിനാണ് രമേശ് പിഷാരടി അവിടെ കൊണ്ടിട്ടത്? രമേശ് പിഷാരടിയെ പോലെ ഒരു കലാകാരന് വന്ന് മത്സരിക്കാൻ പറ്റുന്ന ഒരു മേഖലയാണോ? സേഫ് സീറ്റാണോ അത്? അത് വളരെ, ശോഭാ സുരേന്ദ്രൻ മത്സരിക്കാൻ വരുന്ന സമയത്ത് BJP 52,000 വോട്ട് വരെ വർദ്ധിപ്പിച്ചിരിക്കുന്ന ഒരു ചരിത്രമുള്ള ഒരു മണ്ഡലത്തിൽ എന്തുകൊണ്ട് രമേശ് പിഷാരടി എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടിട്ടു? ഈ ചോദ്യമല്ലേ പ്രസക്തം. അതിനു പകരം രമേശ് പിഷാരടിയെ നിർത്തുമ്പോൾ രമേശ് പിഷാരടിയുടെ വോട്ട് ഭിന്നിപ്പിക്കാൻ ശേഷിയുള്ള ഒരു സ്ഥാനാർത്ഥിയെ നിങ്ങൾ നിർത്തിയെന്ന് പറഞ്ഞാൽ, അപ്പോൾ ഒന്ന്, ദുർബലനായ സ്ഥാനാർത്ഥിയെ അല്ല NMR റസാക്ക് എന്നുള്ളതാണ്. NMR റസാക്ക് എന്നുള്ളതാണ്. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം നോക്കൂ, ഈ നമ്മൾ രാഹുലിൻ്റെയും കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിൻ്റെയും ഒരു താരതമ്യം നടത്തിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. രാഹുലിന് കഴിഞ്ഞ തവണ കൂടുതലും എഡ്ജ് കിട്ടിയ രണ്ട് പ്രധാനപ്പെട്ട മേഖലകൾ, ഒന്ന് പിരായിരിയും 2 മുനിസിപ്പാലിറ്റിയുമാണ്. അതിനുശേഷം 2 പഞ്ചായത്തുകൾ കൂടിയുണ്ട്, ഒന്ന് മാത്തൂരും ഒന്ന് കണ്ണാടിയും. മാത്തൂരിലും കണ്ണാടിയിലും പ്രശ്നം എന്താ? കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനം അമ്പേ ദുർബലമാണ് മാത്തൂരിലും കണ്ണാടിയിലും. അതാണ് പ്രശ്നം. ഈ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ കഷ്ടിച്ച് പിടിച്ചു നിന്നുവെന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ 6189 വോട്ടുകളുടെ വ്യത്യാസമേ ഉള്ളൂ. 1-ാം സ്ഥാനത്ത് UDFും 2-ാം സ്ഥാനത്ത് LDFുമാണ്. 3-ാം സ്ഥാനത്ത് ഏകദേശം 11,000 വോട്ടിൻ്റെ വ്യത്യാസത്തിൽ മാത്രമാണ് BJP നിൽക്കുന്നത്. കോൺഗ്രസ് ഭയക്കുന്ന മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഈ തദ്ദേശ തിരഞ്ഞെടുപ്പിലെ ഇതുപോലെ ഒരു നേരിയ മാർജിനിൽ മാത്രമാണ് വ്യത്യാസം ഉണ്ടാവുന്നതെങ്കിൽ NMR റസാക്ക് നിലവിൽ ആ മണ്ഡലത്തിന് ഒരു പ്രത്യേകത എന്താ അറിയോ? പാലക്കാട് മുനിസിപ്പാലിറ്റിക്കുള്ളിൽ വലിയങ്ങാടി ഭാഗത്ത് മുത്താന്തര പ്രദേശം ഒഴിച്ചു നിർത്തിയാൽ ബാക്കിയുള്ള മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ വോട്ടിലൊരു നല്ല ഭാഗം NMR റസാക്കിന് പോകും. ഞാനൊരു തെളിവ് പറയാം. ഇന്നിപ്പോൾ NMR റസാക്കിന് വേണ്ടിയിട്ട് തെരുവിലിറങ്ങിയ മനുഷ്യർ ആരാണെന്നറിയോ? മിക്കവാറും ഹോട്ടലുകളൊക്കെ അവിടെ അടഞ്ഞു കിടക്കുക. ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ്റെ മുഴുവൻ തൊഴിലാളികളും ഈ മുതലാളിമാരും ഒക്കെ ഈ NMR റസാക്കിന് പിന്നാലെയുണ്ട്. അവരൊരു വലിയ സ്വാധീനശേഷിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ സ്വാധീനശേഷി യഥാർത്ഥത്തിൽ കോൺഗ്രസ് അല്പം ഭയക്കുന്നത് കൊണ്ടാണ് കോൺഗ്രസ് ഒരു മുഴം മുമ്പേ എറിയുന്നത്. എന്താ അതിൻ്റെ ഗുണം? പിരായിരിയിലുള്ള മുസ്ലിം ലീഗ് വോട്ടുകളിൽ ഒന്നും പോകാതിരിക്കുക. കൃത്യമായ ആ വോട്ടുകൾ രമേശ് പിഷാരടിക്ക് സ്വാഭാവികമായിട്ടും പോൾ ചെയ്യണം. NMR റസാക്കിന് പോൾ ചെയ്യാതിരിക്കുക. ഇതുകൊണ്ടാണ്, ഈ ഭയത്തിൽ നിന്നുണ്ടാകുന്ന ഒരു ആശങ്കയാണ്. പിന്നീടാണ് 10 മണ്ഡലങ്ങൾ പറയുന്നത്. എനിക്ക് ചോദിക്കാനുണ്ട്, അമ്പലപ്പുഴയിലെ സ്ഥാനാർത്ഥി ആരാ? BJPയുടെ അമ്പലപ്പുഴയിലെ സ്ഥാനാർത്ഥി ആരായിരുന്നു കഴിഞ്ഞ തവണ അമ്പലപ്പുഴയിൽ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചത് അനൂപ് ആന്റണിയാണ്. എത്ര വോട്ടാ പിടിച്ചത്? 22,000 വോട്ടാ പിടിച്ചത്. ഇത്തവണ അമ്പലപ്പുഴയിലെ സ്ഥാനാർത്ഥിയുടെ പേരറിയാമോ? അരുൺ അനിരുദ്ധൻ എന്നാണ് പേര്. അരുൺ അനിരുദ്ധൻ, അദ്ദേഹത്തിന് തന്നെ ആ മണ്ഡലത്തിൽ മത്സരിക്കാൻ വലിയ താല്പര്യമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിനോടൊപ്പം കാര്യമായിട്ട് അവിടെ BJP മെഷീനറി ചലിക്കുന്നുമില്ല. എന്തുകൊണ്ടായിരിക്കും ആ അമ്പലപ്പുഴയിൽ ഈ പറയുന്ന അനൂപ് ആന്റണി മത്സരിച്ച സ്ഥലത്ത് ഈ അരുൺ അനിരുദ്ധൻ എന്ന് പറയുന്ന ദുർബലനായ ഒരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുന്നത്? സ്വാഭാവികമായി സംശയം അവിടെ വരും. അവിടെ മത്സരിക്കുന്നത് H സലാമാണ് ഒരു ഭാഗത്ത്, മറുഭാഗത്ത് മത്സരിക്കാൻ വരുന്നത് G സുധാകരനാണ്. G സുധാകരൻ ഇതേപോലെ ഏതെങ്കിലും തരത്തിൽ കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചതായിട്ട് നമ്മൾ ഇതുവരെയും കേട്ടിട്ടില്ല. രാഹുൽ ഗാന്ധി ഒരു മികച്ച ലീഡറാണെന്ന് ഇതുവരെയും
പറഞ്ഞിട്ടില്ല ജി സുധാകരൻ. എന്നാൽ കൺവെൻഷനിൽ പോയി പിണറായി മോശക്കാരനാണ് എന്ന മട്ടിൽ ചില പ്രതികരണങ്ങൾ നടത്തിയിട്ടുണ്ട്. പുറത്തല്ല, അകത്ത്. കൺവെൻഷനിൽ പോയി ഇന്ന് വലിയ വിമർശനം പിണറായിക്കെതിരെ ആഞ്ഞടിക്കുകയും ചെയ്തിട്ടുണ്ട്. രാഹുൽ ഗാന്ധി മികച്ച നേതാവാണെന്ന് ഇന്നേ വരെ, ഈ നിമിഷം വരെ ജി സുധാകരൻ പറഞ്ഞിട്ടില്ല കേട്ടോ. ഈ നിമിഷം വരെ പറഞ്ഞിട്ടില്ല. അതാർക്കാ താല്പര്യം ഉണ്ടാവുക? അവിടുത്തെ പ്രോ BJP വോട്ടാണ്. 22,000 വോട്ട് BJPക്ക് അവിടെയുണ്ട്. അരുൺ അനിരുദ്ധന്റെ കയ്യിൽ നിന്നൊരു 12,000 വോട്ട്, കഴിഞ്ഞ തവണ അനൂപ് ആന്റണി നേടിയ 22,000 വോട്ടിൽ നിന്നൊരു 10,000 വോട്ട് ഷിഫ്റ്റ് ചെയ്താൽ ആ വോട്ട് എങ്ങോട്ട് പോകും? ആ വോട്ട് ജി സുധാകരന് പോകും. കഴിഞ്ഞ തവണത്തെ വോട്ട് വ്യത്യാസം എത്രയാ? 11,000 വോട്ടിന്റെ വ്യത്യാസം. ആ വ്യത്യാസം HSRാമിൽ നിന്ന് മറികടക്കണമെങ്കിൽ BJP വോട്ട് ജി സുധാകരന് പോകണ്ടേ? അപ്പോൾ ഞാൻ ആരോപിക്കുന്നു, അമ്പലപ്പുഴയിൽ കോൺഗ്രസും BJPയും തമ്മിൽ ഡീലുണ്ടെന്ന് പറഞ്ഞാൽ ഈ കണക്ക് വെച്ച് നിഷേധിക്കാൻ പറ്റുമോ? കഴക്കൂട്ടത്ത് ശരചന്ദ്ര പ്രസാദ് എന്ന ദുർബലനായ സ്ഥാനാർത്ഥിയെ നിർത്തിയത് ഈ ഡീലിന്റെ ഭാഗമാണെന്ന് പറഞ്ഞാൽ നിഷേധിക്കാൻ പറ്റൂ? നിഷേധിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതൊന്നും ഞാൻ ആരോപിക്കുന്നില്ല. ആരോപിച്ചാൽ നിഷേധിക്കാൻ പറ്റില്ല. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഒരു മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയെ മാത്രം നോക്കിക്കൊണ്ട് ഇങ്ങനെ ഒരു ആക്ഷേപം ഉന്നയിക്കുന്നത് ശരിയല്ല എന്നുള്ളതാണ് എൻ്റെ പക്ഷം. ഇവിടെ കേരളത്തിൽ പ്രബുദ്ധരായുള്ള വോട്ടർമാർ കൂട്ടിയും പ്രാദേശികമായ നീക്കുപോക്കുകളൊക്കെ ഉണ്ടാവും. അതിൽ ഏറ്റവും കൂടുതൽ ഭയക്കേണ്ടത് കോൺഗ്രസും ലീഗും ഭയക്കേണ്ട 2 മണ്ഡലങ്ങൾ, ഒന്ന് കാസർഗോഡാണ്, 2 മഞ്ചേശ്വരമാണ്. അവിടെ ഡീലും ഒന്നുമല്ല നിൽക്കുന്നത്. അവിടെ നിൽക്കുന്ന സ്ഥാനാർത്ഥികൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അവിടുത്തെ മണ്ഡലത്തിന്റെ പൊളിറ്റിക്കൽ ടെറൈൻ അങ്ങനെയാണ്. പക്ഷേ BJP പരമാവധി അശ്വിനെ തോൽപ്പിക്കാനുള്ള സംവിധാനം ഉള്ളിൽ നിന്ന് തന്നെ ചെയ്യും എന്ന് കാസർഗോഡ് ഞാൻ മനസ്സിലാക്കുന്നു. അവിടെ ശ്രീകാന്തിന്റെ നേതൃത്വത്തിൽ വലിയ പടം ഇറങ്ങിയിട്ടുണ്ട് അശ്വിനെ തോൽപ്പിക്കാൻ വേണ്ടി. അതല്ലെങ്കിൽ അശ്വിനിക്ക് അവിടെ വിജയിക്കാനുള്ള സാധ്യതയുണ്ട്. ഷാനവാസ് പാദൂര് വോട്ട് പിടിക്കുകയാണെങ്കിൽ അവിടെ CPM കാൻഡിഡേറ്റ് വിജയിക്കാനുള്ള സാധ്യത വളരെ വിരളമാണ് നിലവിൽ, അഥവാ സ്വതന്ത്രം വിജയിക്കാനുള്ള സാധ്യത. മഞ്ചേശ്വരത്താണ് മറ്റൊരു ഭീകരമായ സാധ്യതയുള്ളത്. മഞ്ചേശ്വരത്തെ പ്രശ്നം SDP 2000 വോട്ട് പിടിച്ചാൽ അവിടെ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയുടെ കാര്യം കഷ്ടത്തിലാവും. അവിടെ വിജയിച്ച് കയറുക സുരേന്ദ്രനാവും. അപ്പോൾ ഒരുപക്ഷെ അക്കൗണ്ട് തുറക്കാൻ സാധ്യതയുള്ളത് 2 എണ്ണം കിടക്കുന്നത് CPM നേരിട്ട് മത്സരിക്കുന്ന മണ്ഡലങ്ങളിലല്ല. അവിടെ SDPയെയും ഒപ്പം ഷാനവാസ് പാദൂരും മത്സരിക്കുന്ന മുസ്ലിം ലീഗിന്റെ ദുർബലനായ സ്ഥാനാർത്ഥി നിൽക്കുന്ന കാസർഗോഡാണ്. കാര്യം മുസ്ലിം ലീഗിന് തന്നെ പൂർണ്ണമായ സമ്മതനല്ല കല്ലട്ടർ മൈൻ ഹാജി. അതാണ് കാസർഗോട്ടെ പ്രശ്നം. അപ്പോൾ ഉള്ളിൽ കല്ലട്ടർ മൈൻ ഹാജിക്കെതിരെ ഒരു ആന്റി ഇൻകുംബൻസി, അഥവാ കല്ലട്ടർ മൈൻ ഹാജിക്കെതിരെ ഒരു വികാരമുണ്ട്. അതുകൂടി ഉപയോഗപ്പെടുത്തിയാണെങ്കിൽ ആ 2 മണ്ഡലങ്ങളിൽ ഒരു പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഡീലിന്റെ ആരോപണത്തിൽ ഒരു വസ്തുതയില്ല എന്നുള്ളതാണ്. ആരോപണം 3 ഇടങ്ങളിൽ നിന്നും ഉന്നയിക്കുന്നുണ്ട്. അപ്പൊ അങ്ങ് നേരത്തെ പറഞ്ഞതുപോലെ അമ്പലപ്പുഴയും കഴക്കൂട്ടവും ഒക്കെ CPM ഉന്നയിക്കാം. അതുപോലെ കോൺഗ്രസിന് അതേപോലെ തന്നെ ന്യായം പറയാൻ കഴിയുന്ന കുറേ മണ്ഡലങ്ങളാണ് ഇപ്പുറത്ത് നിൽക്കുന്നത്. അങ്ങ് പറഞ്ഞതുമായി ബന്ധപ്പെട്ട് എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം ഈ VK ശ്രീകണ്ഠന്റെ മുഴുവൻ സംവിധാനങ്ങളും ഭാര്യ മത്സരിക്കുന്നിടത്തേക്കുണ്ടാകും എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തെ റദ്ദ് ചെയ്യുന്നതിന് തുല്യമല്ല. ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ഭാര്യ അവിടെ മത്സരിക്കുന്നുണ്ട്. അപ്പം അവിടെ ശക്തമായ മത്സരമാണ്. കഴിഞ്ഞ തവണത്തെ പോലെയല്ല. കോൺഗ്രസ് മെഷീനറിക്ക് ഉപതെരഞ്ഞെടുപ്പിൽ ഫോക്കസ് ചെയ്തതുപോലെ രാഹുൽ മാങ്കൂട്ടം അങ്ങനെയൊന്നുമല്ല അങ്ങ് പറഞ്ഞത്. തങ്കപ്പൻ DCC പ്രസിഡന്റ് ആയിരുന്നയാൾ അപ്പുറത്ത് മത്സരിക്കുന്നുണ്ട്. തങ്കം അങ്ങനെ പറഞ്ഞത് അങ്ങാണ്. തങ്കപ്പന്റെ മെഷീനറി അവിടെ പോകും. VK ശ്രീകണ്ഠന്റെ ഭാര്യ മത്സരിക്കുന്ന മണ്ഡലമായതുകൊണ്ട് VK ശ്രീകണ്ഠന്റെ സംവിധാനങ്ങൾ അപ്പുറത്ത് പോകുമെന്നാ പറഞ്ഞത് അങ്ങ്. അങ്ങനെ പറയരുത്. കഴിഞ്ഞ തവണ കോങ്ങാട് മത്സരിച്ചത് അല്ല, അങ്ങനെ പറയരുത്. കഴിഞ്ഞ തവണ അതെങ്ങനെ ശരിയാവുക? ഒരു MP യുടെ മുഴുവൻ രാഷ്ട്രീയത്തെയും റദ്ദ് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത് വ്യക്തിധിക്ഷേപമല്ലേ? അങ്ങനെയാണ് അങ്ങനെയാണ് പറഞ്ഞത്. നോക്കൂ, കഴിഞ്ഞ തവണ കോങ്ങാട് അതല്ല ഇവിടുത്തെ വിഷയം. അല്ല, VK ശ്രീകണ്ഠന്റെ സംവിധാനങ്ങൾ കോങ്ങാടാണ് മത്സരിക്കുന്നത്, കോങ്ങാടാണ് കേന്ദ്രീകരിക്കുക എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തെ റദ്ദു ചെയ്യലാണ്, വ്യക്തിധിക്ഷേപമാണ്. VK ശ്രീകണ്ഠന്റെ രാഷ്ട്രീയത്തൊന്നും ഞാൻ റദ്ദ് ചെയ്യുന്നില്ല. പക്ഷേ VK ശ്രീകണ്ഠൻ പറഞ്ഞു കഴിഞ്ഞതാണ്. അല്ലല്ല, VK ശ്രീകണ്ഠൻ കഴിഞ്ഞ തവണ ഫോക്കസ് ചെയ്തത് പാലക്കാട് മണ്ഡലത്തിലാണ്. കഴിഞ്ഞ തവണ ഉപതെരഞ്ഞെടുപ്പാണെന്നേ. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ഫോക്കസ് ചെയ്തതുപോലെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ കൂടെ വേറെ മണ്ഡലങ്ങൾ ഉണ്ടായിരുന്നില്ല. അതാണ് പ്രശ്നം. ഉപതെരഞ്ഞെടുപ്പിൽ ഫോക്കസ് ചെയ്തതുപോലെ VK ശ്രീകണ്ഠന്റെ മെഷീനറിയോ തങ്കപ്പന്റെ മെഷീനറിയോ ഇക്കുറി പാലക്കാട് ഫോക്കസ് ചെയ്യില്ല. കാരണം എന്നല്ല അങ്ങ് പറഞ്ഞത്. അതല്ലേ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറയാത്ത കാര്യം നിങ്ങൾ പറഞ്ഞിട്ട് ഒരു നിമിഷം. അപ്പോൾ ഞാൻ പറഞ്ഞതിന്റെ വ്യക്തത വരുത്താം. ഒന്ന്, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ഈ മുഴുവൻ കോൺഗ്രസ് മെഷീനറിയും കേരള സംസ്ഥാനത്തെ ഉടനീളം കോൺഗ്രസ് മെഷീനറിയും പ്രവർത്തിച്ചത് പാലക്കാടാണ്. ഇക്കുറി അങ്ങനെ ഒരു മെഷീനറിയുടെ ഏകീകരണം അവിടെ ഉണ്ടാവില്ല. കാരണം എല്ലാ മണ്ഡലങ്ങളിലും മത്സരമുണ്ട്. വിശിഷ്യ പാലക്കാട് കോങ്ങാട് ലീഗിൽ നിന്ന് കോൺഗ്രസ് ഏറ്റെടുത്ത് മത്സരിക്കുന്നു. അവിടെ KA തുളസി ശക്തമായ പ്രകടനം കാഴ്ചവെക്കുന്നു. അതുകൊണ്ട് തന്നെ VK ശ്രീകണ്ഠൻ MP എന്ന നിലയിലോ അല്ലെങ്കിൽ ആ കോൺഗ്രസ് മെഷീൻ എന്ന നിലയിലോ പൂർണ്ണമായിട്ടും പാലക്കാട് ചെലവഴിക്കാൻ കഴിയില്ല. നിങ്ങളെന്ന് പറഞ്ഞില്ലേ? ഞാനിപ്പോഴാ പറഞ്ഞത്. ശ്യാമളയുടെ കാര്യത്തിൽ എന്താ? ഞാനിപ്പോഴാ പറഞ്ഞത്. ശ്യാമളയുടെ കാര്യത്തിൽ ഞാനിപ്പോഴാ പറഞ്ഞത്. PK ശ്യാമളയുടെ കാര്യത്തിൽ ഞാൻ എപ്പോഴാ പറഞ്ഞത്? ഞാനിപ്പോഴാ പറഞ്ഞത്. ഞാൻ PK ശ്യാമളയെ അല്ല, ഗോവിന്ദൻ മാസ്റ്ററുടെ ഭാര്യ എന്ന് അഭിസംബോധന ചെയ്തിട്ടില്ല. പറയാത്ത കാര്യം പറയാതിരിക്കാൻ പറയുന്നത് അങ്ങേക്കും എന്റെയും ബാധ്യതയാണ്. ചെയ്യാത്ത കാര്യം ആരോപിക്കരുത്. PK ശ്യാമളയുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ നമ്മൾ എന്താ പ്രധാനമായിട്ടും നിങ്ങൾ ചർച്ച ചെയ്തോന്ന് എനിക്കറിയില്ല. MV ഗോവിന്ദൻ മാസ്റ്റർ ഭാര്യ എന്ന് PK ശ്യാമളയെ ഞാൻ അഭിസംബോധന ചെയ്തിട്ടില്ല. അല്ലല്ല, എങ്കിൽ ഞാൻ വിട്ടു. പക്ഷെ ഇവിടെ
നല്ലതാ. ഇവിടെ നോക്കൂ, തുളസിയുടെ കാര്യത്തിൽ അവിടെ കൊങ്ങാട് മത്സരമുണ്ട്, പാലക്കാട് മത്സരമുണ്ട്, നെന്മാറയിലും മത്സരമുണ്ട്. ഈ 3 മത്സരങ്ങളും നടക്കുന്നത് കൊണ്ട് തന്നെ കോൺഗ്രസ് മെഷീനറി 3 ഇടങ്ങളിലായിട്ട് കോൺഗ്രസ് നഗരത്തിൽ ഫോക്കസ് ചെയ്തിട്ടുള്ള മെഷീനറി ആ രാഷ്ട്രീയം പറയുമ്പോൾ കെ തുളസി എന്നാണ് പറയേണ്ടത്. വി കെ ശ്രീകണ്ഠന്റെ ഭാര്യ ഉള്ളത് കൊണ്ട് വി കെ ശ്രീകണ്ഠന്റെ സംവിധാനം അവിടെ പ്രവർത്തിക്കില്ല എന്ന് പറയുന്നത് വി കെ ശ്രീകണ്ഠനെ പോലെ ഇത്രയും പാരമ്പര്യമുള്ള കോൺഗ്രസ് നേതാവിന്റെ രാഷ്ട്രീയത്തെ റദ്ദ് ചെയ്യലാണ്. തിരുത്തൽ എന്ന് പറയുന്ന ഉത്തരവാദിത്തമാണ്. അപ്പൊ നിലവിൽ കോൺഗ്രസിന്റെ മെഷീനറിക്ക് പാലക്കാട് ഫോക്കസ് ചെയ്യാൻ കഴിയില്ല, നമ്പർ 1. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ മാധു പറയുന്ന പോലെ കോൺഗ്രസിനും അങ്ങനെ ആരോപിക്കാമല്ലോ എന്നുള്ളതല്ല, അങ്ങനെ ആരോപിക്കാൻ കഴിയില്ല എന്നതാണ് വസ്തുത. അതാണ് പറയേണ്ടത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഉദാഹരണത്തിന് അതാണല്ലോ ഇവിടെ ചർച്ച. ഞാൻ എന്റെ വേർഷൻ പറഞ്ഞു, അങ്ങ് അങ്ങയുടെ വേർഷൻ പറഞ്ഞു. അതിൽ ഒരു വ്യക്തിധിക്ഷേപം ഉണ്ടായപ്പോൾ അത് വ്യക്തിധിക്ഷേപമാണ്. അല്ല, കെ എ തുളസി എന്ന പേര് പോലും പറയാതെ വി കെ ശ്രീകണ്ഠന്റെ ഭാര്യ മത്സരിക്കുന്നത് വി കെ ശ്രീകണ്ഠ സംവിധാനങ്ങൾ ആദ്യം പറഞ്ഞത് വി കെ ശ്രീകണ്ഠന്റെ ഭാര്യ എന്നാണ് ആദ്യം പറഞ്ഞത്. അവർക്കൊരു ഐഡന്റിറ്റി ഉണ്ട്, സ്വത്വമുണ്ട്, സ്ത്രീ വിരുദ്ധതയാണത്. അത് ഓവറായിട്ട് അതിനെ എക്സ്ട്രാപ്പുലേറ്റ് ചെയ്യേണ്ടതില്ല. ഞാൻ പറയാത്ത കാര്യങ്ങൾ, ഞാൻ ധരിക്കാത്ത കാര്യങ്ങൾ അത് വിശേഷിപ്പിക്കണമെന്നുമില്ല. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. അവിടെ ആ മണ്ഡലത്തിൽ കോൺഗ്രസ് ഇക്കുറി ഒരു പരാജയ ഭീതിയുള്ള സാഹചര്യത്തിലാണ് നിലവിൽ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തുന്നത്, ഒരു മൈനോറിറ്റി കൺസോളിഡേഷനു വേണ്ടി. ആ ആർഗ്യുമെന്റ് ആണ് കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നത്. അത് രാഷ്ട്രീയമായി നിലനിൽക്കുന്നതല്ല എന്നതാണ് എൻ്റെ പക്ഷം. അതിൻ്റെ കണക്കുകളാണ് ഞാൻ പറഞ്ഞത്. അത് അമ്പലപ്പുഴയിൽ ഞാൻ പറഞ്ഞു, അത് കഴക്കൂട്ടത്ത് ഞാൻ പറഞ്ഞു, അത് നേമത്ത് ഞാൻ പറഞ്ഞു, അത് പാലക്കാട് ഞാൻ പറഞ്ഞു. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു കണക്കുമായി വരാനുള്ള കാരണം? കണക്കുകൾ നോക്കുമ്പോൾ ആ വസ്തുത ശരിയല്ല എന്നതാണ് എൻ്റെ പക്ഷം. അതുകൊണ്ട് വിവാദങ്ങൾ ആയുധമാക്കുന്നു എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നവർ വിജയിക്കുന്നില്ല കേട്ടോ. പറഞ്ഞ് അവസാനിപ്പിക്കുന്നവർ വിജയിക്കുന്നു എന്ന് പറയുന്ന ഒരു സിദ്ധാന്തമാണ്. വളരെ വിജയകരമായി മാനിപ്പുലേറ്റ് ചെയ്യാൻ ഞാൻ പറയാനാണ് പറഞ്ഞത്. മാധു പറയാൻ എന്നാണ് പറഞ്ഞത്, എന്നിട്ടല്ലല്ലോ ചോദ്യം. ഇപ്പൊ നോക്കൂ, ഞാൻ ഈ ചർച്ച തുടങ്ങുന്നത്, ഞാൻ പറയുന്നത് ഡീൽ ആരോപണമുണ്ട് എന്ന് പറയുന്നത് സത്യമായും ഞാൻ വിചാരിക്കുന്നില്ല എന്നാണ്. അതാണ് ഞാൻ പറഞ്ഞ വാക്കുകളുടെ തനിയാവർത്തനം എന്ന് പറയുന്നത്. പക്ഷെ ആരോപണം ഉന്നയിക്കാനുള്ള സാധുത അല്ലെങ്കിൽ സാധ്യത എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസിന്റെ വാദങ്ങൾ എന്ന നിലയ്ക്കാണ് ഞാനിത് പ്രസന്റ് ചെയ്തത്. അത് എൻ്റെ അവസരത്തിൽ. അങ്ങയുടെ അവസരത്തിൽ അങ്ങ് അമ്പലപ്പുഴയും അതുപോലെ കഴക്കൂട്ടവും പറഞ്ഞു. ഞാനത് അംഗീകരിക്കുന്നു. അപ്പോൾ നമുക്ക് ഒരു വാദം എന്ന് പറയുമ്പോൾ നമ്മൾ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ പക്ഷം പിടിച്ചുകൊണ്ടല്ലോ പറയേണ്ടത്. അപ്പോൾ ഞാനത് രണ്ടും അംഗീകരിച്ചു. അങ്ങ് പറഞ്ഞു നിർത്തിയപ്പോൾ ഞാൻ അംഗീകരിച്ചു. അപ്പോൾ അങ്ങയുടെ വേർഷൻ മുഴുവൻ ഞാൻ അംഗീകരിച്ചതിന് ശേഷം അങ്ങ് പറയുന്നതിനിടയ്ക്ക് എനിക്ക് തിരുത്തണമെന്ന് തോന്നിയ ഒരു കാര്യം, കെ എ തുളസി എന്ന പേര് പറയുന്നതിന് മുമ്പ് അങ്ങ് വി കെ ശ്രീകണ്ഠന്റെ ഭാര്യ അവിടെ മത്സരിക്കുന്നു, അതുകൊണ്ട് വി കെ ശ്രീകണ്ഠൻ സംവിധാനങ്ങൾ ഇപ്പുറത്ത് എന്ന് പറഞ്ഞു. നോക്കൂ, ഇത്രയും വർഷത്തെ പരിചയമുള്ള, ഇത്രയും വർഷത്തെ പാരമ്പര്യമുള്ള ഒരു എം പി രാജേഷിനെ തോപ്പിച്ച് MP ആയ ഒരാൾ, അദ്ദേഹത്തിന് മുഴുവൻ സംവിധാനവും ഭാര്യ മത്സരിക്കുന്നുണ്ട്, അപ്പുറത്ത് പോകുന്നു എന്ന് പറയുന്നത് എന്തൊരു അധിക്ഷേപമാണ്. നോക്കൂ, അത് അധിക്ഷേപമാണ് എന്ന് ഞാൻ ഇപ്പോഴും കരുതുന്നില്ല. ഞാൻ ഒരു ഐഡന്റിറ്റിയും ഞാൻ റദ്ദ് ചെയ്തിട്ടുമില്ല. അന്ന് PK ശ്യാമളയുടെ കാര്യത്തിൽ എന്താണോ ആർഗ്യൂ ചെയ്തത് അതേ കാര്യത്തിലാണ് ശക്തമായ മത്സരം കെ എ തുളസി അവിടെ കാഴ്ചവെക്കുന്നു എന്നതാണ് എൻ്റെ അഭിപ്രായം. കെ എ തുളസിയുടെ രാഷ്ട്രീയ പാരമ്പര്യത്തെയോ രാഷ്ട്രീയ പശ്ചാത്തലത്തെ ഞാൻ ഒട്ടും ആലോചിച്ചിട്ടില്ല. മാത്രമല്ല എനിക്ക് വളരെ റെസ്പെക്ട് ഉള്ള ഒരു കാര്യമാണ്. പക്ഷേ ഞാൻ പറയാത്തതിനെ തെറ്റിദ്ധരിപ്പിക്കുന്നത് ശരിയായ കാര്യമല്ല. ഇനി രണ്ടാമത്തെ ഒരു കാര്യം കൂടിയുണ്ട്. അവിടെ MP വീരേന്ദ്രകുമാർ മത്സരിച്ചിട്ടുണ്ട്, പാലക്കാട് ഉണ്ടല്ലോ. MP വീരേന്ദ്രകുമാർ മത്സരിച്ചപ്പോൾ എന്താ സംഭവിച്ചെന്നറിയാമോ? ലോക്സഭയിൽ അന്ന് വരെ BJPക്ക് ഉണ്ടായിരുന്ന വോട്ട് MP വീരേന്ദ്രകുമാർ മത്സരിക്കുന്ന വർഷമാണ് കുത്തനെ ഉയരുന്നത്. എത്രയെന്നറിയാമോ? അന്ന് CK പത്മനാഭൻ 2009 നേടിയ 68,000 വോട്ടിൽ നിന്ന് കോൺഗ്രസ് അവരുടെ സീറ്റ് വീരേന്ദ്രകുമാറിന് വിട്ടുകൊടുക്കുമ്പോൾ 1,36,000 കൂടുന്നുണ്ട്. എവിടെ? പാലക്കാട് ലോക്സഭയിൽ. ആരുടെ ഡീലാ? എനിക്ക് അങ്ങ് പറയുന്ന എല്ലാത്തിനെയും തർക്കിക്കണമെന്നില്ല. ഞാൻ പ്രേക്ഷകരോട് ചോദിച്ചതാ. കോൺഗ്രസിനെതിരെയുള്ള എല്ലാ ചോദ്യങ്ങളും മാധു ഏറ്റെടുക്കണം. വിവാദങ്ങൾ ആയുധമാക്കുന്നോ എന്നുള്ളതാണ് ചോദ്യം. A3. Meet the editors.